എൻ്റെ പൊന്ന് ഗൈസ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ആംബുലൻസ് ഇങ്ങടെ വരണേ, നീ അതിൻ്റെ പിന്നാലെ പോട്ടെ. ആംബുലൻസ് ബ്ലോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒറ്റ വണ്ടി പോണില്ല. എവിടെ നിന്ന് തുടങ്ങിയ ബ്ലോക്കാന്ന് പറയും. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അവിടുന്ന് മറ്റേ മോട്ടറിൽ നിന്ന് കോരി ഒഴിക്കുന്ന പോലെയാണ് വെള്ളം വരുന്നത്. പെട്ടു. തോട്ടിക്കടി അല്ലാട്ടോ നമ്മൾ പോണത്, കായലിന്റെ നടുവിക്കൽ ഒരു വഴി വെട്ടി കടൽ കാഴ്ച കാണാട്ടെ. കടൽ ഇങ്ങനെ മോളിൽ നിറച്ച് ഹൗസ് ബോട്ടുകൾ കിടക്കണ നോക്കി, എന്തോരം ഹൗസ് ബോട്ടാന്ന് നോക്കി. നമ്മളുടെ ഫുള്ളായിട്ട് കയറ്റി കഴിഞ്ഞിട്ടുണ്ടോ, കണ്ടോ ഈ കണ്ണ് കയറുമലേക്ക് കെട്ടി. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് ഇന്നും നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ചേർത്തല ഭാഗത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഇന്നലെ പിന്നെ ഒരു സിനിമയൊക്കെ കണ്ടുവന്ന കാരണം ടൈം പോയി. ഇന്നും ദേ ഉച്ചയാവാറായി, ഇപ്പോഴും ഇറക്കി തീർന്നിട്ടില്ല. ആകെ എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഒരു 90 ചാക്കുകടിയും ഇറക്കി, ബാലൻസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഗോഡൗണും കാര്യങ്ങളും ഇല്ലാത്ത കാരണം ഇവിടെ നിന്ന് ഓരോ വണ്ടി ഓർഡർ കിട്ടുമ്പോൾ ഇതിൽ നിന്ന് ഇറക്കി വെച്ചിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് ഓർഡർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് പോകാൻ പറ്റുള്ളൂ. ഇത് ഓർഡർ തരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പറയണ കാര്യമല്ല, നമ്മളോട് പറയണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കയറ്റി കഴിഞ്ഞാൽ അവിടെ ഒറ്റ ഡെലിവറി അപ്പോൾ തന്നെ ഇറക്കി പോവാം, ഇങ്ങനെയാണ് പറയുന്നത്. ഇത് 3 ദിവസമായിട്ടൊരു വണ്ടി നമുക്ക്, ഇത് 4 ദിവസമായി ഇന്ന് ശരിക്കും പറഞ്ഞാൽ സിമെൻറ്റ് കയറ്റി ഈ വണ്ടി ഈ ഒരു ഓട്ടത്തിന് വേണ്ടി നിൽക്കണം. അത് കഴിഞ്ഞ് ഇത് കാലിയാവണില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും അവിടെ നിന്ന് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടി ആൾ പറയുക ഇവിടെ ഇപ്പോൾ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അവരിട്ടിട്ട് ഇവിടെ കഞ്ഞി വെച്ച് ഇവിടെ കിടന്നുറങ്ങി അവർക്ക് പ്രശ്നമില്ലാണ്. പക്ഷെ നമുക്കൊരു വണ്ടി എന്ന് പറയുമ്പോൾ ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇതേപോലെ ഇട്ടിട്ട് വെറുതെ കയറ്റി ഇറക്കി നിൽക്കാൻ പറ്റുമോ? തലയ്ക്ക് പ്രാന്ത് തന്നെ പണിയെന്ന് പറഞ്ഞാൽ മുദ്ദു തലയോട് തരിച്ചു തുടങ്ങി. കാരണം ഇത് ഇനി ഓട്ടം വന്ന് വൈകുന്നേരം ആവുകയാണെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ എപ്പോഴാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവണം. അത് 90 ചാക്ക് ഇതിനകത്ത് ബാക്കിയുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഒരു വണ്ടി ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പഴക്കൂടാൻ പറ്റും, അല്ലെങ്കിൽ തല്ലു കൂടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ആൾ കട്ട് ചെയ്യുക, ഫോൺ കട്ട് ചെയ്യുക. മടുപ്പായി തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ റോട്ടിൽ കൂടെ പോകണ മാത്രമല്ല, വണ്ടി പോകണ മാത്രം അതിൻ്റെ സുഖം മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടും വണ്ടി കാലിയാക്കാണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഈ 90 ചാക്ക് ഇറക്കി വിട്ട് നമ്മളെ വിട്ടുവിടും. നമുക്കാണെങ്കിൽ വേറൊരു ഓട്ടത്തിൻ്റെ കേസിന് ചെല്ലാൻ പറഞ്ഞിട്ട് അയാൾ വിളിയോട് വിളി. നമ്മളിത് രാവിലെ ഇറക്കി തീരുമെന്നുള്ള പ്രതീക്ഷ അയാൾ പറഞ്ഞത് എന്നല്ല, എന്തായാലും വൈകുന്നേരം കഴിഞ്ഞില്ലെങ്കിൽ നാളെ രാവിലെ ഇറക്കി വിട്ട് നിങ്ങളെ ഫ്രീ ആക്കാൻ. ഇതിപ്പോൾ ആ ഓട്ടക്കടി ഇപ്പോൾ മിസ്സായി. ഇപ്പോൾ അയാൾ വിളിച്ച് ചീത്ത പറഞ്ഞാൽ നിങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഇരുന്ന് പറഞ്ഞു. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇതിന് പറയാനൊന്നും ഇല്ല. അത് ചില കേസല്ല, ഇപ്പോൾ പോണ കേസുകൾ മൊത്തം ഇങ്ങനെ ഈ തമിഴ് വണ്ടിയൊക്കെ വന്നിട്ട് ആഴ്ചകളോളം അവർക്ക് ഇട്ടാലും യാതൊരു കുഴപ്പമില്ല, അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നമുക്കിത് എത്ര ദിവസം ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റും? എവിടെയെങ്കിലും ഇറക്കി വിട്ട് നമ്മൾ വിട്ടാൽ മതി. കാരണം ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയായി, രാവിലെ കഴിഞ്ഞ് ഉച്ചയായിട്ടും ഈ സംഭവം തീരാണ്ട് വരുമ്പോൾ പിന്നെ പ്രാന്ത് എടുക്കാണ്ടിരിക്കുക, വെറുതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ മനുഷ്യല്ല. നമ്മളിവിടെ പട്ടി ചന്തയ്ക്ക് വന്ന പോലെ എന്താ പറയുക വന്നിങ്ങനെ കിടക്കുക. വണ്ടി ഇപ്പോൾ വരും അല്ലെങ്കിൽ ഏതെങ്കിലും ശരിയാവും. ഇപ്പോൾ ആരോടെങ്കിലും പറയാമെന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ആളെ ഫോൺ എടുത്താലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇനിയിപ്പോൾ ഇനി ഇങ്ങോട്ട് ഓട്ടം വിളിച്ചാൽ വരാണ്ടിരിക്കാമെന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. അല്ലാണ്ട് ഇപ്പം വന്ന സാധനം തിരിച്ചു കൊണ്ടുപോകാൻ ഇവിടെ ഇറക്കിയിട്ടിട്ട് പോകാനോ ഒന്നിനും പറ്റില്ല. ഇപ്പോൾ പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഇപ്പോൾ ഇത് ആദ്യത്തെ അനുഭവമല്ല, ഒരേ അനുഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഒരു ദിവസമൊക്കെ പോയിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ, കയറ്റാൻ ചെല്ലിനോടത്ത് ഇറക്കാൻ ചെന്നത് 2 ദിവസം, അതും കുറച്ച് പകുതി ലോഡിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തുന്നത്. ഇവിടെ ഇറക്കി വിട്ട് നമ്മളെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവില്ല. 2 പേര് ചുറ്റി കളിച്ച് ചെയ്ത പിന്നാലെ ഓട്ടവും കളഞ്ഞ് അതിനുള്ള വാടക എനിക്ക് വേണ്ടില്ല. ഇതൊരു ഉപകാരമില്ലാത്ത കേസ്. തലയ്ക്ക് പ്രാന്ത് വന്നു എന്നുള്ളത്. ഈ കണ്ട കിലോമീറ്റർ ഓടി, കണ്ട ടോളും കൊടുത്ത് നമ്മൾ ഓടി വന്ന് ഏറ്റവും അവസാനം ഉണ്ടാവണം ഓരോരോ കാര്യങ്ങളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ നമ്മൾ പറയാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇന്നലെയാണെങ്കിൽ നല്ല മഴയായിരുന്നു. ഞങ്ങൾ കിടന്നുറങ്ങിയതിന് ശേഷം ഉഷാറ് മഴയായിരുന്നു. പിന്നെ നമ്മൾ പായയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്ന കാരണം പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, മിക്കവാറും എന്താ പറയുക മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. ഇത് 2 പ്രാവശ്യം പായ ഇടലും അഴിക്കലും ഇതെന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള കാര്യമില്ല. മടക്കി വെച്ച പായയാണ് വീണ്ടും നമ്മളെടുത്ത് ഇടണത്. ഇതൊന്നും ഇവരോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയില്ല. നമ്മൾ ഈ കണ്ട ദിവസം ഇട്ട് ചുറ്റിച്ചിട്ട് അവരോട് എന്ത് പറഞ്ഞിട്ട് കാര്യം? മഴ പെയ്യാൻ വന്ന് ഞങ്ങൾ 2ാമത് പായിട്ട് ഞങ്ങൾ ഇതുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരിക്കാനും പറ്റണില്ല. ഈ ഷെഡിൻ്റെ പുറത്തല്ല ഇതിൻ്റെ തല കിടക്കണം, ചൂടെടുത്തിട്ട് പുകയാണ്, അതിൻ്റെ ഉള്ളിലേക്ക് കയറാനും പറ്റണില്ല. എന്നാൽ വണ്ടി ഇറക്കിയിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറ്റാൻ പറ്റുന്ന വണ്ടികൾക്കാണെങ്കിൽ കിടന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമില്ല. അപ്പോൾ അത് കാരണമാണ് വണ്ടി കയറ്റിയിട്ടാക്കുന്നത്. അപ്പോൾ ഈ ഷെഡിൽ 2 ദിവസമായിട്ട് ഇത് കിടക്കണ കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ അജീഷായാലും ഞാനായാലും ഈ എന്താ പറയുക നമ്മുടെ ചകിരിയുടെ ഉള്ളിലാണ് ഇപ്പോൾ വന്ന് കിടക്കണത്. ഇപ്പോൾ വേറെ രക്ഷയൊന്നുമില്ല, ഇവിടെ നിൽക്കാതെ എപ്പോഴെങ്കിലും കഴിഞ്ഞ് പോകാം എന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സാധാരണ ഗതിക്ക് അജീഷ ഇവിടെ അങ്ങനെ പറയില്ലേ, ലോഡ് കയറ്റുമ്പോൾ നമുക്ക് ഹോൾട്ടിംഗ് ഉണ്ട്, 2 ദിവസം ഹോൾട്ടിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇറക്കി തരുള്ളൂ, എന്തെങ്കിലുമൊക്കെ ഒന്നും പറയില്ലേ? ഇതൊരു അക്ഷരം വേണ്ടിയിട്ടില്ല.
വണ്ടി നിർത്തി കച്ചവടം ഒന്നും പറഞ്ഞില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഓടം പോയിട്ടില്ല, നമ്മൾ ഗോപ്പം ഇറക്കി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ആടിനെ പട്ടിയാക്കണ കേസ് എന്ന് പറഞ്ഞ പോലെ മനുഷ്യന് പ്രാന്ത് വന്നു തുടങ്ങി. അവിടേക്കൊക്കെ ഇങ്ങനത്തെ ഓട്ടങ്ങൾ വരുമ്പോഴത്തെ പ്രശ്നം അതാ. ഇതിപ്പോൾ നമ്മളല്ലെങ്കിൽ വേറൊരാൾ വരാണ്ട്, അപ്പോൾ പിന്നെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അവരും 100 പ്രാവശ്യം വന്നു കഴിയുമ്പോൾ പിന്നെ രണ്ടാമത് ഇവിടേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരില്ല. അല്ലെങ്കിൽ പിന്നെ തമിഴന്മാരുടെ വണ്ടി സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികൾ, അവർക്ക് പ്രശ്നമില്ലാത്ത ആൾക്കാർ. അല്ലാണ്ട് നോർമൽ കണ്ടീഷനിൽ വണ്ടി പൈസ കൊടുത്ത് മേടിച്ച് ഓടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊന്നും വന്നു കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കില്ല. കാരണം ഇപ്പോൾ അവനായാലും ഡ്രൈവറിന് ശമ്പളം വേണ്ട. ഇപ്പോൾ 3-4 ദിവസം കിടന്നിട്ട് 500 ശമ്പളം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ട്. അല്ലെങ്കിൽ ഞാനും കൂടെ വന്നാലും നമുക്ക് ഇതിൽ നിന്നൊരു ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളും വരുന്നത്. 100 രൂപയുടെ ഉപകാരമില്ലാണ്ട് നമ്മളൊരു സാധനം കൊണ്ടുവന്ന് വെറുതെ ആകെ 2000 രൂപയുടെ കേസിന് 6 ദിവസമായിട്ട് ഇവിടെ കിടന്നിട്ട് എന്ത് കാര്യം? ആർക്ക് ചിലവിന് പൈസ വേണ്ട. ഒരു ദിവസം 300 രൂപ വേണം ചിലവിന്. അപ്പോൾ ഇതൊക്കെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ നമുക്ക്? പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ആകെ പ്രാന്തമായിട്ട് നിൽക്കുക. ഞാൻ വിളിച്ച് ഇനി വേറെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവില്ലെന്ന് വെച്ചാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക. മനുഷ്യന് വെറുതെ പ്രാന്തളക്കണ കേസ്. ആകെ 90 ചാക്കുള്ളൂ. ഇവർക്ക് എവിടെയെങ്കിലും ഈ മഴ പെയ്യുന്നേക്കാളും മുന്നേ ഈ സാധനം എവിടെയെങ്കിലും ഇഷ്ടം പോലെ ഗോഡൗണുണ്ട്, എവിടെയെങ്കിലും ഈ കിടക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും കൂടെ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മളത് ഫ്രീ ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കയറ്റുന്ന ആൾക്കാർക്ക് അതിലും താഴ്ത്തുന്ന മുകളിലേക്കൊന്നും കയറ്റുന്നുണ്ട്. ഇതാകുമ്പോൾ വണ്ടിയുടെ മുകളിൽ നേരിട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അവർ പറയും സാധാരണ ഗതിക്ക് ഡ്രൈവർമാരൊക്കെ തൃശ്ശൂരും പാലക്കാടും അവിടേക്കുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കൂടി ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുക. എന്നിട്ട് ഇത് കഴിയുന്ന സമയത്ത് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവർ ഗോഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറിയാണ്. അപ്പോൾ എന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്നിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രാന്തളയിട്ട് നിൽക്കുന്നത്. നിലവിൽ വീണ്ടും നമ്മളുടെ ഇറക്കി കഴിയാറായിട്ട് ഇനിയിപ്പോൾ ഈ ഒരു 10-95 ഉള്ളൂ. ആദ്യം ഒരു 10-60 കൊണ്ട് വീണ്ടും കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതിന് ശേഷം പിള്ളേരാണ് ഇപ്പോൾ ബാക്കിയുള്ളത് കയറ്റുന്നത്. ഇത് ഇറക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതോടുകൂടി ഫുള്ളായി. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ഓട്ടം പോയി കിട്ടി. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഓട്ടത്തിന് ചെല്ലട്ടെ അതാ പറഞ്ഞത്. കാരണം സമയം നേരം വൈകി കാരണം അവർ 10 മണിക്ക് മുന്നേ ചെല്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ വല്ല ഓട്ടം തപ്പിയിട്ട് വേണം. ഇറക്കി കഴിഞ്ഞാലും നമ്മൾ ഓടി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പാകപ്പെട്ട് പോയി. ഇപ്പോൾ രക്ഷയില്ല. ഇപ്പോൾ ഇതെന്തായാലും ഇറക്കി തീറ്റ് അല്ലാണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് ഇനി പോവുകയാണ് കേട്ടോ. അജീഷ് എയർ കയറ്റാനായിട്ട് നിർത്തിയതായിരുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ പുറത്തേക്ക് നേരെ ഇങ്ങനെ തന്നെ എടുക്കണം. ഇങ്ങനെ തന്നെ എടുത്തിട്ട് നേരെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നിർത്തിയ പോലെ അവിടെ ആ വഴിയിലേക്ക് ഇറക്കിയിട്ട് വേണം തിരിക്കാനായിട്ട്. റിവേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ റേറ്റ് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. ഇവിടെ എന്തായാലും ഇഷ്ടംപോലെ സ്ഥലം തിരിക്കാനുള്ളതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ ഗതിക്കൊക്കെ നമ്മൾ തിരിക്കാനായിട്ടേ ഞങ്ങൾ ഇന്നാൾ 5 കിലോമീറ്റർ വരെ പോയിട്ടുണ്ട്. ഒരു ചെറിയ വഴിക്ക് പോയിട്ട് പിന്നെ തിരിക്കാൻ സ്ഥലമില്ലാണ്ട് വന്നിട്ട് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ശരിക്കും പെട്ടു. ഇനിയിപ്പോൾ കുഴപ്പമില്ല. എന്തായാലും നേരെ നമ്മുടെ നെല്ല് കയറ്റുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്ന് കയറ്റി കിട്ടും, ഇല്ലെങ്കിൽ പണി പാളും, രക്ഷയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ നിന്നും വിമോചിതരായി എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് കേട്ടോ മനസ്സിനിപ്പോൾ കിട്ടണത്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോന്നാൽ മതി എന്നായി. കാരണം ആ ഷീറ്റിൻ്റെ ഒക്കെ മുകളിൽ ഫുള്ള് ഉറുമ്പാണ്. അപ്പോൾ ഈ കാറ്റടിച്ച് കഴിയുമ്പോൾ ഉറുമ്പ് മേത്തേക്ക് വീഴുക. ഈ സമയത്ത് ഒന്നാമത് വേർത്ത് കുളിച്ചിട്ട് നമ്മൾ ഇരിക്കണേ, അതിനിടയ്ക്ക് ഒരു ഉറുമ്പ് നമ്മുടെ മേത്തേക്ക് വീഴുമ്പോൾ തന്നെ അത് മേത്ത് അങ്ങനെ കടിച്ചു കഴിഞ്ഞാലേ അയ്യോ നമുക്ക് ഇരിക്കാനും പറ്റില്ല. ചകിരിയായ കാരണേ ഫുള്ള് ചകിരിയല്ലേ. പിന്നെ നമ്മൾ എവിടെ പോയി ഇരിക്കുക? ഇവിടെ അല്ലാണ്ട് വേറെ വണ്ടിയുടെ ഉള്ളിലും വരെ ഉറുമ്പ് കയറി. എവിടെ നിന്നാണെന്നറിയില്ല. ഒരു മധുരം അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടായിട്ടല്ല. എന്നിട്ട് നോക്കുമ്പോൾ വണ്ടിയുടെ ഉള്ളിലൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഉറുമ്പായിരുന്നു. ഇന്നലെ കടിയും കിട്ടി. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ നിന്നൊക്കെ ആളുടെ ആ വീടിൻ്റെ സൈഡിലൊക്കെ കട്ടയായിട്ടാണ് ഉറുമ്പ് ഇങ്ങനെ ഇതായിട്ട് പോണത്. അതും കടിക്കണ ഉറുമ്പ്. നല്ല സുഖമല്ലേ, പെട്ടുപോയി. ഇനിയിപ്പോൾ ശരിക്കും നമുക്കാണ് ഇതൊരു വലിയ വിഷയമായിട്ട് ഉള്ളൂ. അതായത് ഇറക്കാൻ വരുമ്പോൾ 2 ദിവസമായി 3 ദിവസമായി എന്നൊക്കെ പറയണത് നമുക്കാണ് ആ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ തമിഴന്മാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും വിഷയമുള്ള കേസല്ല. അവരിപ്പോൾ 2 ദിവസം 3 ദിവസം ഒരാഴ്ച ആയാലും അവർ വണ്ടിയിട്ട് ഇവിടെ കിടന്ന് ഫുഡ് അടിച്ച് പോകുന്നതാണ്. ഫുഡ് ഉണ്ടാക്കി അവർ തന്നെത്താൻ കഴിച്ച് അവർ പോകുന്ന പറയണേ. അജീഷ് ഈ 1.5 കൊല്ലമായിട്ട് സിമെന്റ് വണ്ടി ഓടിച്ചിട്ട് ഇതേവരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇല്ലെങ്കിൽ ഏറ്റവും കൂടി ഒരു ദിവസം അങ്ങനെ ആയിട്ടില്ല. ഞാൻ ആൾട്ടായില്ല. ആൾട്ടാവില്ല. അവർ നേരത്തെ വിളിച്ച് പറയും നമ്മളെ ചേച്ചി ഗോഡൗണെന്ന് വിളിക്കും. വീട്ടിലിട്ടോ ഇപ്പൊ ശനിയാഴ്ച രാവിലെ എത്തിയില്ലെങ്കിൽ ഇന്ന് ഇറക്കില്ല, വീട്ടിലിട്ടോ തിങ്കളാഴ്ച രാവിലെ വന്നാൽ മതി അങ്ങനെ പറയും. ഇത് ഹാൾട്ടിങ്ങിന് പൈസ ചാവക്കാട് മത്തി എടുത്തിട്ട് വന്ന് കച്ചവടം നടത്തില്ലേ ഓട്ടോറിക്ഷയിലല്ലേ? ശരിയാണ് കേട്ടാ. ഇന്ന് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു 30 ചാക്കിന് ആകെ 150 ഉള്ളൂ. ഒരു 30 ചാക്കിന് വന്നു, പിന്നെ ഒരു 40 ചാക്കിന് വന്നു. പിന്നെ ഇങ്ങനെ ഓരോരോ ഇന്നിപ്പോ 3 പ്രാവശ്യം കുഞ്ഞ ഓട്ടോറിക്ഷയിൽ കയറ്റി ഇറക്കിയിട്ടാണ്. ഇല്ല, നമ്മളിപ്പോ നമ്മളെ കയറ്റി വിട്ട ആളെ വിളിച്ചു, അതുപോലെ തന്നെ ഇതിന്റെ ഓണറെ വിളിച്ചു. ഇവരൊക്കെ വിളിച്ചിട്ടാണ് ഇപ്പൊ ഏറ്റവും അവസാനം നമുക്കിതൊന്ന് ഇറക്കി തരാന്നുള്ളൊരു രൂപയാണ്. ഇല്ലെങ്കിൽ ആൾ പറയാം നിങ്ങൾ ഇട്ടിട്ട് വീട്ടിൽ പൊക്കോ, എന്നിട്ട് തിങ്കളാഴ്ച വന്നാൽ മതി, തിങ്കളാഴ്ചത്തേക്ക് തീരുള്ളൂ. ഇതൊക്കെയാണ് പറയണത്. ഇങ്ങനെ നമ്മൾ എങ്ങനെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആലോചിച്ചിട്ട് ഒരു പിടിയില്ല കേട്ടാ. ഇതിപ്പോ തുടക്കത്തിലായതുകൊണ്ടാണോ അല്ലേന്നുള്ളത് നമ്മൾ അറിയില്ല.
കാരണം അപ്പൊ അജീഷ് പറഞ്ഞ് ഇതേവരെ നമുക്ക് ഈ സിമെന്റ് കയറ്റിയിട്ട് എവിടെയും ചെന്ന് കിടക്കേണ്ട ഇത് വന്നിട്ടില്ല. രാവിലെ കയറ്റിയാൽ വൈകുന്നേരം അവസാനിപ്പിക്കാം, അല്ലാണ്ട് പിറ്റേ ദിവസത്തേക്ക് പോലും വന്നിട്ടില്ല. രാവിലെ കൊണ്ട് പായച്ചാലും 4 മണി വരെ നോക്കും. 4 മണി വരെ പോയിട്ട് സൈലായില്ലെങ്കിൽ ഗോഡൌണിൽ ഇറക്കി. അങ്ങനെയാണ് സാധാരണ എല്ലാ ആൾക്കാരും ചെയ്യാ. അതിന് ഇവർക്ക് ഗോഡൌൺ ഇല്ലല്ലോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യാ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ സിമെന്റിന്റെ ചാക്കൊക്കെ പൊട്ടിക്കഴിഞ്ഞാലേ അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് കേട്ടോ പൈസ പോവുക. അപ്പൊ ശരിക്കും അവര് അവിടുന്ന് കയറ്റുമ്പോൾ കണ്ടില്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാറ്റിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചാക്കിന് 200 രൂപ വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. 200 രൂപ പിടിക്കുക അവര് നമ്മുടെ കയ്യിൽ നിന്ന് ചാക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്താ പറയാ, ഇതൊക്കെ നോക്കി നിന്ന് ഇറക്കി. അതുപോലെ തന്നെ ലോഡിങ് കാശിന് പുറമെ വേറെ മാമൂലും ഉണ്ട് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്ക് കാശ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എത്രയോ ഒരു ഇതുണ്ട്, പൈസ ഉണ്ട്. അത് കൂടാണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് വേറൊരു കാപ്പി കാശ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാക്കിന് 1 രൂപ. അപ്പൊ 500 ചാക്ക് ഉണ്ടെങ്കിൽ 500 രൂപ ഇവർക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ ഇവിടെ ഇത് കിടക്കുകയും കഴിഞ്ഞിട്ട് 2 പേര് ഇന്നലെ മെനിഞ്ഞാന്ന് ഇന്ന് ഒക്കെ ആയിട്ട് ഇവിടെ കിടന്നിട്ടാണ് ഈ പറയണത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതൊന്നും കൊടുക്കില്ല എന്ന് പറയാനും പറ്റില്ല. ഇപ്പൊ ഓട്ടം തരുന്ന ആൾക്കാർ ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവരെ വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഓടി വരില്ല. അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇവരെ ഇറക്കി തരാമെന്ന് ഗ്യാരണ്ടി പറഞ്ഞാൽ മാത്രമായിട്ട് അജീഷ് ഈ വഴിക്കൊക്കെ വരേണ്ട ആവശ്യമുള്ളൂ. അല്ല, എടുത്തു കഴിഞ്ഞാൽ ഈ നിലയ്ക്ക് ഇപ്പോൾ ഇടുകയാണെങ്കിൽ പിന്നെ ഇപ്പം എന്ത് ചെയ്യും? ഇനിയിപ്പോൾ നെല്ലിൻ്റെ ആളെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ള നിങ്ങൾ വായോ പറ്റുകയാണെങ്കിൽ കയറ്റി തരാൻ ഉറപ്പ് പറയണില്ല. കാരണം നെല്ല് വഞ്ചിയിൽ വന്നിട്ട് രാവിലെ മുതൽ ഇരിക്കുന്നതാണോ നമ്മൾ കാത്തിട്ട്. ഇവര് രാവിലെ 10 മണിയാകുമ്പോഴേക്കും ഇറക്കി ഫ്രീ ആക്കി തരാന്ന് പറഞ്ഞാൽ ഇപ്പൊ സമയം എത്രയായിട്ടാ? 1 മണി കഴിഞ്ഞു, 1:30 1 മണിയായി. ഇപ്പോഴാണ് ഫ്രീ ആക്കണം. അപ്പൊ 10 മണി എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായി. ഈ സമയം കൊണ്ട് നമ്മളവിടെ നെല്ല് കയറ്റുന്ന സമയമായി. അപ്പോൾ വഴിയാണെങ്കിൽ കണ്ടില്ലേ ഫുള്ള് ബ്ലോക്കുമാണ്. അപ്പോൾ നമ്മളിനിപ്പോൾ അവിടെ ഓടി എത്തുമ്പോഴേക്കും എന്താവും എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ കയറ്റി കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു, നമുക്ക് ആ ക്ഷീണം തീരും. ഇവിടെ കിടന്നതിൻ്റെ ക്ഷീണം നമ്മൾ ഈ ഇറക്കിയ അന്ന് തന്നെ കയറ്റുന്ന ഒരു ഇതായതുകൊണ്ട് രക്ഷപ്പെടും. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പെടും. എന്തായാലും ഈ നിലയ്ക്ക് ബ്ലോക്കാണെങ്കിൽ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും സമയം കുറച്ച് എടുക്കും. ഇങ്ങനെ ഒരു മടുപ്പിക്കൽ വരുന്ന ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ. ബാത്റൂമെങ്കിലും മതി മര്യാദയ്ക്കുള്ള. ഡ്രൈവർമാർക്ക് കിടക്കാൻ റൂമൊന്നല്ല, ഒരു ബാത്റൂം സൗകര്യമെങ്കിലും മര്യാദയ്ക്കുള്ളത്. ഇത് ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ? തവിട്ട് പൊടിയായിട്ട് കമ്പനിയുടെ ഉള്ളിൽ കിടക്കുന്ന ബാത്റൂമിലേക്ക് പോകാൻ തന്നെ പറ്റില്ല. ആ നിലയ്ക്കുള്ള ബാത്റൂമും എന്നിട്ട് പറഞ്ഞ പോലെ അവിടെ ഒരു കുളമുള്ള കാരണം എന്തായാലും ഇന്നലെ കുളിക്കാനെങ്കിലും പറ്റിയില്ലെങ്കിലോ വേർത്ത് കുളിച്ചും മനുഷ്യൻ്റെ ഒരു പരുവായി എന്ന് പറയില്ലേ, നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ അടുത്ത് റണ്ണിങ് ഉണ്ട് കേട്ടോ. അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ ട്രാഫിക്കും കഴിഞ്ഞ് റണ്ണിങ്ങും കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തെ കാര്യമാണ് ഈ പറഞ്ഞ പോലെ തന്നെ എന്താവും എന്നുള്ളത് അറിയില്ലാത്തത്. ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഫുഡൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞ് കയറ്റാൻ നിർത്തിയതിന് ശേഷം പറ്റുകയാണെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടാണ്. കാരണം ഇനി അതിനും ഞങ്ങൾ സമയം കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കയറ്റി കിട്ടാന്ന് വെച്ചത് ഒരു 10 മിനിറ്റ് നേരം വൈകിയതുകൊണ്ട് വരെ ചിലപ്പോൾ കയറ്റി കിട്ടാതെ വരും. 10 മിനിറ്റ് അല്ല, 5 മിനിറ്റ് 2 മിനിറ്റിനും വരെ ചിലപ്പോൾ ട്യൂണിങ്കാർ പോകുന്ന കേസ് പോയി കഴിഞ്ഞാൽ രണ്ടാമത് വരില്ല. അപ്പോൾ അത് കാരണം 1 മിനിറ്റ് പോലും കളയാണ്ട് മാക്സിമം പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടേക്കൊക്കെ ഇന്നലെ ഒരുവിധം തരക്കേടില്ലാത്ത മഴ പെയ്തുണ്ട് കേട്ടോ. റോഡിൻ്റെ സൈഡിലൊക്കെ നിറച്ചും വെള്ളമുണ്ട്. നമ്മൾ കിടന്നോർത്തൊന്നും അങ്ങനെ അത്ര വലിയ മഴ പെയ്തില്ല അല്ലേ ജീഷാൻ? ചെറുതായിട്ടൊന്നും ചാറിയില്ലുള്ളൂ. ഇവിടെയൊക്കെ പക്ഷെ നല്ല റോഡ് സൈഡിലൊക്കെ നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. നല്ല മഴ പെയ്തിട്ടില്ലെങ്കിൽ ഇത്രയധികം വെള്ളമൊന്നും റോഡ് സൈഡിൽ കെട്ടി നിൽക്കില്ല കേട്ടോ. ദൂരം വെള്ളം നോക്കി. അപ്പം ഞങ്ങൾക്ക് അതിനിപ്പോൾ ഉറക്കത്തിൽ ഞങ്ങൾ അധികം അറിയാണ്ടിരുന്നതാണോ എന്നുള്ളത് അറിയില്ല. പെയ്തില്ല അല്ലേ? വെള്ളമൊന്നും കാണാനല്ലേ ഞാൻ പറഞ്ഞത്. നമ്മൾ ഇടിമിന്നലും അതുപോലെ അതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 47 കിലോമീറ്റർ കൂടി ഇനി പോകാനുണ്ട് കേട്ടോ. ചങ്ങനാശ്ശേരി കഴിഞ്ഞ് വേണം പോകാനായിട്ട്. ഇതെന്താ, ഓഡിറ്റോറിയം ആണോ, ധ്യാന കേന്ദ്രമാണോ? അതേലോ, ഇത് ഏതൊരു ധ്യാന കേന്ദ്രമാണെന്നുണ്ട് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നറിയോ? പൂങ്കാവ്. ഒരു സിനിമാ പേരില്ലേ, തുമ്പോളിക്കടപ്പുറം. അറിയോ? മനോജ് കെ ജയൻ്റെ ഒരു പടം എന്തുകൊണ്ട്, തുമ്പോളിക്കടപ്പുറം. ആ സ്ഥലമാണിത്, തുമ്പോളി. എന്തായാലും സൈഡിലത്തെ പേരുകളൊക്കെ അകലേന്ന് വായിച്ചു പഠിക്കുകയായിരുന്നു. തുമ്പോളി. അപ്പോൾ ഒരേ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എവിടെ എത്തി എന്നുള്ളത് അറിയാൻ പറ്റും. ആലപ്പുഴ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ശരിക്കും കടൽ കാഴ്ച കാണാട്ടോ. കടലിങ്ങനെ മുകളിൽ നമ്മുടെ റോട്ടിലൂടെ പോകുമ്പോഴേ ആദ്യമൊക്കെ ആ റോഡിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു നമ്മൾ പോവുക. റോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഫ്ലൈ ഓവർ വന്നപ്പോൾ മുകളിൽ നിന്നുള്ള അടിപൊളി കാഴ്ചയായി ബീച്ചിൻ്റെ മൊത്തം. പക്ഷേ ഇപ്പോൾ ഉച്ചയായാലും രക്ഷയില്ല. എപ്പോഴെങ്കിലും നമ്മൾ തണലുള്ള സമയത്തൊക്കെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇറങ്ങി ഒന്ന് കണ്ടിട്ടൊക്കെ പോകായിരുന്നു. ഇതിപ്പോൾ ഒന്നും പറ്റില്ല. ഇവിടെ ഒരു ബോട്ട് കിടക്കണ്ടല്ലോ, കരയ്ക്ക് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ബോട്ടൊക്കെ.
ഉണ്ടോ? അതേ അവിടെ ഒരു ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ പ്രാവശ്യം ഇതിൽ പോയെങ്കിലും ഇവിടെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതേവരെ ആലപ്പുഴ നമ്മൾ ഫ്ലൈ ഓവറിന് മുകളിലേക്കാണ് പോകണത്. സിറ്റിയിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് അല്ലേ പോകണടാ? ലെഫ്റ്റാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ ദേ ഇത്ര ഭാഗം മാത്രമാണ് കടലിൽ കാണാനുള്ളൂ. കുറേ ദൂരം ഫ്ലൈ ഓവർ വന്നിട്ടുള്ള കാരണം എന്തായാലും ടൗണിൻ്റെ തിരക്കുകളും കഴിഞ്ഞു. ഇനി കടലിൽ എത്ര തിര അടിച്ചാലും അല്ലെങ്കിൽ എന്ത് സംഭവം ഉണ്ടായാലും ഇതിനെ ബാധിക്കുകയില്ല. കാരണം അത്ര പൊക്കത്തിലൂടെ പോണത്. താഴേക്കടെ ട്രെയിൻ പോകണ്ട കേട്ടോ. ഇതിൻ്റെ മരത്തിൻ്റെ മറവായാലും കാണാത്ത അതേ കണ്ട ഗായ്സ്. നിറച്ച് ഹൗസ് ബോട്ടുകൾ കിടക്കണ നോക്കി. എന്തോ ഒരു ഹൗസ് ബോട്ടാന്ന് നോക്കി സൈഡിൽ കിടക്കണം. ഇത് കുമരകമാണോ ശരിക്കും? ആലപ്പുഴയല്ലേ ഇത്? ഈ സൈഡല്ല, ഇത് കുമരകം സൈഡല്ല. അതുകൊണ്ടിട്ട് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ സൈഡിൽ കിടക്കുന്നുണ്ട്. ഇത് പോണതാണോ വരുന്നതാണോ നിർത്തിയിട്ടതാണോ ഒന്നും അറിയില്ല. ഫുള്ള് കിടക്കുന്നുണ്ട്. ഈ സ്ഥലവും കറക്റ്റ് അറിയില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇവിടെ ആകെ ബ്ലോക്കായതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടി പോയിട്ട് വഴിപടി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഫുൾ ബ്ലോക്കായിരുന്നു. ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നുള്ളത് ഇവിടെ ബോർഡ് അങ്ങനെ കണ്ടാലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. എന്തൊട്ട് അറിയില്ല. അജീഷിനും അറിയില്ല, എനിക്കും അറിയില്ല. എൻ്റെ സൈഡിലൊരു തോട് പോലത്തെ സംഭവമാണ് കേട്ടോ. അതിനൊക്കെ വെള്ളം നന്നായിട്ട് വറ്റി തുടങ്ങി. അതിനൊക്കെ വെള്ളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല റോഡിൻ്റെ ഒപ്പം ഇങ്ങനെ ഫുള്ള് വെള്ളമായിട്ട് നിൽക്കുക. എന്ത് രസമുള്ള സ്ഥലം. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പോയപ്പോൾ നമ്മൾ രാത്രി പോയതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡ് നല്ല കുട്ടനാട് റോഡ് എന്ന് പറയണത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ആലപ്പുഴ മൊത്തം ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. റോഡ് ബ്ലോക്കാണ്. നമ്മളാ കഴിഞ്ഞ ദിവസം പോയില്ലേ? ഇപ്പം നമ്മൾ രാമങ്കിരി കഴിഞ്ഞ് അടുത്തത് കിടങ്ങറ. ഈ റോഡിൻ്റെ സൈഡിൽ ഇതേപോലെ ഇങ്ങനെ പുഴ എന്ന് പറഞ്ഞില്ലേ, പുഴയാണോ ഇത്? ആ സംഭവം സൈഡിൽ കൂടെ ഇങ്ങനെ നിറച്ചും വീടുകൾ. ഞാനിത് പകലാദ്യമായിട്ട് കാണുന്നതുകൊണ്ടേ ഭയങ്കര ആകാംക്ഷയോട് കൂടി ഇത് നോക്കിയിരുന്ന് ഇങ്ങനെ കാണുമായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായാലേ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, നല്ലൊരു വൈബ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ വന്ന് ആസ്വദിക്കാനായിട്ട് വരണം. വണ്ടി കൊണ്ട് വരണം, കാർ കൊണ്ട് വന്ന് സ്റ്റേ ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വണ്ടി ഒതുക്കി നിർത്തി രാത്രി കിടന്നുറങ്ങണം. ഈ രണ്ട് സൈഡും ഇങ്ങനെ ഫുൾ പാടൊക്കെയുള്ള സ്ഥലത്ത് കുക്കിംഗ് ഒക്കെ ചെയ്ത് രാത്രിയിൽ അടിപൊളിയാവും. കൊയ്ത്ത് കഴിഞ്ഞ് അല്ല ഇനി വെള്ളാവൂലേ? ഇത് ഇത്തിരി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളാവൂലോ? ഒറ്റ കൃഷിയല്ലോ. വാലടിക്ക് 4 കിലോമീറ്റർ ഇടാം. 4 കിലോമീറ്റർ. ഇനി വാലടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് നമുക്ക് ചെല്ലേണ്ടത്. വാലടിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നായാരയുടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എന്നാണ് പറഞ്ഞത്. കുറേ നേരമായി നമ്മൾ അതിലെതിരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. വാലടി ചെറിയ വഴികളായ കാരണേ നമുക്കങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. എന്തായാലും നോക്കത്ത ദൂരത്തെന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും നെൽപ്പാടങ്ങളാണ്. നെല്ല് കഴിഞ്ഞു, ഒക്കെ കൂട്ടി ഇതാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മഴയോട് കൂടിയിട്ട് ഫുള്ള് വെള്ളമായി കഴിഞ്ഞാൽ കായലിൻ്റെ ഉള്ളിൽ വഴി പോണ പോലത്തെ ഫീൽ ആവട്ടെ. ഇത് ഇവിടെ നിന്നല്ല എല്ലാ റോഡുകളും. പിന്നെ ഇവിടെയൊക്കെ താമസിക്കുന്നവർ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു മഴയൊക്കെ പെയ്ത വെള്ളം കയറാൻ, വീടുകളിലൊക്കെ വെള്ളം കയറാൻ 90% ചാൻസ് കൂടുതലാണ്. നമ്മളുടെ അവിടെ ഒന്നും പിന്നെ എത്ര മഴ എങ്ങനെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ വരെ വെള്ളം കയറുക എന്നൊക്കെ പറഞ്ഞാൽ അപൂർവ സംഭവമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ്. ആ സൈഡിലൊക്കെ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴും എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ വെള്ളം ഓൾറെഡി ആയി കഴിഞ്ഞതുകൊണ്ട് ചില സ്ഥലത്ത് വെള്ളം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പാടവശങ്ങളിൽ നോക്കി നോക്കട്ടെ. MLA പാലം എത്തി. MLA പാലം MLA പണ്ട് കൊണ്ട് പണിതിട്ടുള്ള പാലമായിരിക്കും. അതാണ് MLA പാലം. MLA വീട്ടിൽ നിന്ന് പണിതാണോ എന്ന് എനിക്കറിയില്ല. പേരിട്ടേക്കണ MLA പാലം എന്നാണ്. കണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞ് കറക്റ്റ് അല്ലേ നോക്കിയതാ. എല്ലാം വെള്ളം കയറി കണ്ടോ. രണ്ട് സൈഡിലും കായൽ പോലെ ആയിട്ടാ. ഇവിടെ ഒതുക്കി കൊടുക്കേണ്ട ഒരു വട്ടം മിക്കവാറും ഒരു വണ്ടി അവിടെ നിന്ന് അങ്ങ് വരുന്നുണ്ട്. ഓ അടിപൊളി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലൊക്കെ കൊയ്തിട്ട് നെല്ലൊക്കെ കണ്ടമാനം വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കണ്ടാവും. അതാണ് നിറച്ചും കാക്കയും അതുപോലെ തന്നെ കൊക്കും സകല സാധനങ്ങളും ഫുള്ള്. എന്താ ഭംഗി നോക്കി. റോഡ് നല്ല കട്ടറൊന്നും ഇല്ലാത്ത നല്ല വീതി കൂടി നമ്മുടെ ഫുള്ള് റോഡ് പോലത്തെ റോഡാണെങ്കിലേ കല്ലയ്ക്കാനെ. നമ്മുടെ അവിടെ ആകെ ഇതേപോലത്തെ ഒരേ സ്ഥലമുള്ളൂ, ഫുള്ള് പാടം മാത്രം. ഇത് പുള്ളു റോഡല്ലേ? അത് അടിപൊളി റോഡാ. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ റോഡാണ്, വീതിയില്ല. പക്ഷെ പുള്ള് വീതി കൂട്ടിയത് ആരാ? റോഡ് വീതി കൂട്ടിയത് ആരാന്നറിയോ നിനക്ക്? ഞങ്ങളാണ്. സുരേഷ് ഗോപി അല്ല, ഞങ്ങളാണ്. അവിടെ ഞങ്ങളുടെ പാറമടയിൽ നിന്നുള്ള കല്ലും മണ്ണും അടിച്ചിട്ടാണ് ഫുള്ള് പാടത്തുനിന്ന് അപ്പുറത്ത് നമ്മുടെ മനക്കൊടി വരെയുള്ള ഫുള്ള് പാടം പണി കഴിപ്പിച്ചത്. അതറിയില്ല അല്ലേ? ഞാൻ നിന്റെ അടുത്ത് പറയാൻ മറന്നുപോയി. വാലടി ഇനി 3 കിലോമീറ്റർ വാലടിക്ക്. 3 കിലോമീറ്റർ ഇതിൽ ഓടിയെത്തുമ്പോൾ കുറേ സമയം എടുക്കും. അതാണ് പ്രശ്നം. ഇത് നിറച്ചും വെള്ളം കയറിയാലും പ്രശ്നമാണ്.
താറാവുകൾ നോക്കി, ഇത് വീട്ടുകാരുടെ താറാവ് ആവില്ല അല്ലേ? ഇത്രയധികം താറാവൊക്കെ വീട്ടുകാരുടെ ഉണ്ടാവുമോ? താറാവ് കൃഷി ഉണ്ടാവൂലേ ആൾക്കാർക്ക്? താറാവ് നിൽക്കണുണ്ടോ? എന്തോ ഒരു താറാവ, അല്ലാണ്ട് മറ്റേ തമിഴന്മാര് നോക്കാൻ കൊണ്ടുള്ള താറാവ് ആവില്ല അല്ലേ ഇത്? ഈ താറാവുകളുടെ കളിയാണ്. എന്തോ തന്നെ നോക്കി നടക്കണേ. കുഞ്ഞു വഴിയായിട്ട് ഓടിച്ചിട്ട് എത്തണില്ല എന്ന് പറയില്ലേ വണ്ടി, അതാണ് ഒരു സംഭവം. അതും വന്ന വഴിക്കടെ വീണ്ടും വരാൻ തോന്നുന്നു ഇതിൽ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. വണ്ടികള് വലിയ വണ്ടി വന്നാലേ കുഴപ്പമുള്ളൂ, ചെറു വണ്ടി വന്നാൽ എങ്ങനെങ്കിലും ഒതുക്കി. ലോഡ് വണ്ടി വരുമ്പോ പ്രശ്നമാ, വേറെ വണ്ടികൾ സൈഡ് കിട്ടിയില്ലെങ്കിൽ ഇല്ലേ. ഇതാദ്യമായിട്ട് വെള്ളം കയറിയിട്ടുള്ള കേട്ടോ. അതാണ് ആ പച്ചപ്പൊക്കെ കണ്ടോ, നെല്ല് കൊയ്തിട്ടുള്ളതിന്റെ ആ പച്ചയും മഞ്ഞൊക്കെ കൂടിയിട്ടുള്ള കളറൊക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുക, അഴുക്കും ഇതൊക്കെ കൂടിയിട്ട്. ഇനി വെള്ളം പൊന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കായലല്ല ഇത്, മറ്റേ നമ്മുടെ ഇതില്ലേ നെൽപ്പാടം. അതെനിക്കറിയാം, അത് പുള്ളു പാടത്തും ഇതേപോലെ തന്നെയല്ലേ, നെൽപ്പാടാണ്. ഇതിപ്പോ നമ്മുടെ എന്താ പറയാ, മുട്ടിനൊപ്പം വെള്ളം ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വലിയ കാര്യമായിട്ട് വെള്ളം ഉണ്ടാവില്ല ഇവിടെ. കള്ള് ഊണ്, ഊണിന്റെ കോമ്പിനേഷൻ ആണോ കള്ള്? അതായത് വെള്ളത്തിന് പകരം ഇവിടെ കള്ളാണ് കിട്ടുക. അതായിരിക്കും. ഫുഡൊന്നും കഴിക്കാത്തതിന് പിന്നെ കുഴപ്പമില്ല. ഇനി അവിടെ കയറ്റുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതന്നെ, വയറ് നിറയും. അവര് തെറി കേൾക്കുമ്പോ ഇല്ലേ, ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കണ്ട സമയം ഇനി 2 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇത് MLA പാലാണോ? അല്ല, തട്ടേൽ പാലം. തട്ടേൽ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം നല്ല കനത്തിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് പേടിയാണ്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവര് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അവർക്ക് വെള്ളത്തിൽ മൂടാനുള്ള പായൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ പായ ഇട്ട് കഴിഞ്ഞാൽ പേടിക്കണ്ടല്ലോ. അതാണ് അവര് കിടന്ന് ധൃതി കൂട്ടുന്നത്. നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അവർ പറയുന്നതാണ് ശരി. അവിടെ നോക്കിയ ഒരു തുരുത്തിലൊരു വീട്, എന്ത് രസാ നോക്കിയേ അമ്മ. എങ്ങനെയാണോ തുരുത്തിൽ ഒറ്റ വീട് മാത്രം അതില്. പക്ഷെ ഒരു കേസ് ഉണ്ടാ, ഇതൊക്കെ റിസോർട്ടൊക്കെ ആണെങ്കിൽ ഇതേ ഒറ്റപ്പെട്ട വീടൊക്കെ വെള്ളത്തില് ഇതേപോലെ തന്നെ ഇതേ കണ്ട, അവിടെ കണ്ട ആ തുരുത്തിന്റെ ഉള്ളിലൊരു വീട്. അതൊക്കെ റിസോർട്ടാണെങ്കിൽ ഒരെണ്ണല്ല, എല്ലാ വീടുകളും അങ്ങനെയാ. ദേ അവിടെ 3-4 വീടുണ്ട്. ദേ ആ വീട്, എല്ലാ വീടും അങ്ങനെ തന്നെയാടാ. ഈ വീടാണെങ്കിൽ ഇപ്പൊ ദേ കയറി പോണ വഴിക്ക് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും തുരുത്ത് പോലെ തന്നെയാവും. ഇത് പിന്നെ റോഡിനോട് അടുത്തായാലും കുഴപ്പമില്ല, മറ്റേതാക്കുന്ന നിൽക്കുന്നതുകൊണ്ട് ഇത് അതൊക്കെ കണ്ട സെറ്റപ്പ് കേസാണ്. പക്ഷെ നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റപ്പൊക്കെ അങ്ങോട്ട് പോവും, വീടിന്റെ ഉള്ളിൽ നിറച്ച് ഇതാവും. അത് തന്നെയല്ലടാ, പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീടിന്റെ ഉള്ളിൽ കയറില്ലേ. എന്റെ പൊന്നെ, തവളയൊക്കെ കയറുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കറി വെച്ച് അവസാനിപ്പിക്കാന്ന് വെക്കാം. പക്ഷെ ഈ പാമ്പൊക്കെ കയറി എന്ത് ചെയ്യാം? നമ്മള് കഴിഞ്ഞ ദിവസം നെല്ല് കയറ്റിയ കാവാലം കടവിന്റെ അവിടേക്ക് തന്നെയാണ് പോണത്. പക്ഷെ അവര് വഴി പറഞ്ഞു തന്ന് വേറൊരു വഴിക്കൂടിയാണ് നമ്മൾ വന്നതെന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മള് ചങ്ങനാശ്ശേരി കൂടി വളഞ്ഞിട്ട് വേണമായിരുന്നു അല്ലേ വരാനായിട്ട്. അതൊന്നും വേണ്ടി വന്നില്ല. ശരിക്കും നമുക്ക് ആദ്യമേ മുതൽ ഇങ്ങനെ വരായിരുന്നു, വഴി അറിയായിരുന്നെങ്കിൽ അപ്പൊ ഈ പൊട്ട വഴിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിരുന്നു. പക്ഷെ കയറ്റി പോകുമ്പോ നമുക്ക് ആ വഴിക്ക് പോയല്ലേ എളുപ്പം, അതിലെന്നെ എളുപ്പം. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വന്ന വഴിയായിരുന്നു എളുപ്പം അല്ലേ. ഇത് അറിയാത്തോണ്ടായിരുന്നു നമ്മൾ ആ വഴിക്ക് ചങ്ങനാശ്ശേരി കൂടിയിട്ട് വന്നോണ്ടിരുന്നപ്പോ 3-ാം പ്രാവശ്യം അങ്ങോട്ട് വരണേ. അപ്പൊ ഇനി മനസ്സിലായി. ഇനിയിപ്പോ വരികയാണെങ്കിൽ നമ്മൾ ഈ വഴിക്കല്ലേ വരുള്ളൂ, കടങ്ങറ കൂടി വന്നാൽ മതിയല്ലോ. കടങ്ങറ പാലം കയറി ഇറങ്ങി അങ്ങനെ കട്ട് ചെയ്ത് വരാൻ പറ്റും. ഇനിയിപ്പോ അപ്പോൾ നമ്മൾ കയറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഇത്ര ദിവസം പോയിട്ടുള്ള കടവ് തന്നെ, കാവാലം കടവ്. നമുക്ക് ലോഡ് തരാമെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിറച്ചും വണ്ടികൾ ഇവിടെ കിടക്കുക. പോട്ടെ, നമുക്ക് മുന്നിലേക്ക് കയറി പോവാ. ഈ കണ്ട വണ്ടികൾ മുഴുവൻ ഇവിടെ കിടക്കുമ്പോൾ നമുക്ക് ലോഡ് തരാമെന്ന് പറഞ്ഞപ്പോ അജീഷേ ഇത് എന്താ നോക്കി ഇതിന്റെ ഒരു അത്ഭുതം. അവിടെ പോയിട്ട് സ്ഥലം ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. വണ്ടികളിവിടെ എവിടെ, അവിടെ പോയി നോക്കണോ? ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പം ഞാൻ ഇറങ്ങി ചീത്താക്കാൻ വേണ്ടി പോവാണ്. അജീഷാണ് ഈ വണ്ടി ഇടുക. അപ്പോൾ എന്തായാലും ഇറങ്ങി ചെല്ലുന്ന ആൾക്കാണ് ഫസ്റ്റ് ചീത്ത വെക്കുക. എന്തായാലും നമ്മൾ വണ്ടി കയറ്റാനായിട്ട് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പുറത്തൊരു വണ്ടി കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഇത്രയധികം വണ്ടികൾ കിടന്നിട്ട് ഇതെന്താ അജീഷ നമ്മുടെ വണ്ടി മാത്രം ഏറ്റവും ഫസ്റ്റ് കയറ്റാൻ പറഞ്ഞേ? ഈ കുറേ വണ്ടികൾ അവിടെ കിടന്നിട്ടും നമ്മുടെ വണ്ടി കയറ്റാൻ പറഞ്ഞ കാര്യം എന്താണാവോ? അതുകൊണ്ടായിരിക്കും അല്ലേ. ഇതിൽ പോവാ, നമുക്ക് ആ കടയിൽ നിന്ന് ഫുഡ് കഴിക്കാം. വാ നോക്കാം.
എന്താ കിട്ടുക നോക്കാം. 3 മണി കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ചോറ് കിട്ടി ഭാഗ്യത്തിന്. അടിപൊളി ചോറ് കിട്ടി. കഴിഞ്ഞ സജീഷ് വന്നിട്ട് ഇവിടെ കഴിച്ചാലായിരുന്നു. നീ ഇതിന് മുന്നേ കഴിച്ചല്ലേ ഇവിടെ? അടിപൊളി ചോറാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഉള്ളത് നോക്കി ചോറ് വരാൻ പറഞ്ഞപ്പോൾ നമ്മുടെ കറികളോട് കൂടിയിട്ട് നല്ല അടിപൊളി ചോറ്. സംഭവം മോരും ഇതേപോലെ മോര് കാച്ചിയതും ഇനി സാമ്പാറും കഷ്ണത്തല്ല വേഗം കഴിക്കാൻ നമുക്ക് വേണ്ട അങ്ങോട്ട് ചെല്ലാനായി. ഓ ഗൈസ്, നല്ല തൃപ്തിയുള്ളൊരു ഊണം അങ്ങോട്ട് കഴിച്ചു. എൻ്റെ പൊന്നെ ഇപ്പം പണി കഴിഞ്ഞാലോ. അല്ലെങ്കിൽ തന്നെ ടി വി അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് ഉണ്ടായിട്ടുള്ളൂ. അതിനിടയ്ക്ക് ബൈക്കുകാരൻ അതേപോലെ തന്നെ വന്നപ്പോൾ പണിയായത്. നമ്മുടെ വണ്ടി ചടപടാന്ന് പറഞ്ഞ് കയറ്റോട്ടോ അപ്പുറത്ത് കണ്ടോ. നല്ല സ്പീഡിൽ നമ്മൾ ഊണ് കഴിച്ച് വരുമ്പോഴേക്കും നമ്മുടെ വണ്ടിയിൽ കാൽഭാഗമായി കണ്ടോ. ഇത് നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുള്ള സെയിം കടവ് തന്നെയാണ് കേട്ടോ. കാവാലം കടവ്. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നെല്ല് കയറ്റാനായിട്ട് ഫസ്റ്റ് ടൈം വണ്ടിയും കൊണ്ട് വന്നില്ലേ, ആ സമയത്ത് വന്ന സ്ഥലമാണ് ഈ കാണുന്നത്. നമ്മൾ അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാം. ഞങ്ങൾ വന്നിട്ട് ഒരു ദിവസം ഇവിടെ കിടന്നുറങ്ങി, 2 ദിവസം കിടന്നുറങ്ങി. ഒരു ദിവസം ഇവിടെ കിടന്നുറങ്ങി, ഒരു ദിവസം അവിടെ കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ നിന്ന് നേരെ എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് പൊക്കോളാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോയി കയറ്റിയത് കേട്ടോ. പിന്നെ അതേ അന്ന് വന്നപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ അമ്പലത്തിലൊക്കെ പോയിരുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ കടവിലും കാര്യത്തിലൊക്കെ പോയിരുന്നു. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്താ പറയുക, കുട്ടനാടിൻ്റെ ഫുള്ള് ബ്യൂട്ടിയും ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ് ഈ കാവാലം കടവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ വഞ്ചി വരുന്ന സ്ഥലം ഉണ്ടല്ലോ, അതേപോലെ തന്നെ വെള്ളം വരുന്ന സ്ഥലം, വെള്ളമല്ലല്ലോ എന്താ പറയുക, നമ്മുടെ ബോട്ടിൻ്റെ കടവൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇതാണ് കടവ്. അപ്പുറത്തും വണ്ടികൾ കയറ്റുന്നുണ്ട്. അന്നും ഇതുപോലെ തന്നെ നിറച്ചും വണ്ടികൾ കയറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോയായിരുന്നു കേട്ടോ. അപ്പുറത്തെ സൈഡിലൊരു തോണിക്കാരൻ ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനെ കാണുന്നില്ല. അവിടുന്ന് അപ്പുറത്തങ്ങനെ ആയിരിക്കും. നോക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഇല്ല, തോണിക്കാരൻ ചേട്ടൻ ഇന്ന് കണ്ടിട്ടില്ല. അവിടെ തോണി ഒതുക്കിയിട്ടുണ്ട്. അല്ല, ഇവിടെ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ. ഇവിടെ ഈ പറഞ്ഞ പോലെ ചണ്ടിയും കാര്യങ്ങളൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ചേട്ടൻ ഇവിടെ ഇരുന്ന് കൊണ്ടുവന്ന് ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ ചണ്ടിയും കാര്യങ്ങളൊക്കെ നിറച്ചും അടിഞ്ഞുണ്ട്. അപ്പുറത്തും കയറ്റുന്നുണ്ട് വണ്ടികൾ. നമ്മളുടെ വണ്ടികൾ കയറ്റുന്ന പോലെ തന്നെ അപ്പുറത്തെ കടവിൽ നിറച്ചും വണ്ടികൾ കയറ്റുന്നുണ്ട്. ഇവർ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പായിട്ട് കറക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇവർ വണ്ടിയിൽ വരുന്ന സമയത്ത് പായും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മഴ പെയ്ത് നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടാണ് അവർ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നത്. എത്ര പ്രാവശ്യം വിളിച്ചെന്ന് അറിയാം. അത് ഫോൺ എടുത്ത് മടുത്തു എന്ന് അറിയില്ലേ, അത്രയധികം പ്രാവശ്യം വിളിച്ചായിരുന്നു. നല്ലൊരു രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഇതെന്നല്ല നമ്മൾ വന്ന ഫുള്ള് വഴിയും അതേപോലെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അവിടെ നോക്കി, അതേ ചേട്ടൻ, ഈ ചേട്ടനാണ് കടവുകാരൻ ചേട്ടൻ. ഈ ചേട്ടൻ്റെ ഒപ്പമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയത്. അപ്പോൾ ഇത് ഇനി പായലിൻ്റെ ഉള്ളിക്കട അങ്ങനെ പോകാമെന്ന് കൊണ്ടിട്ട് ചെയ്യാം. ഇല്ല, ചേട്ടൻ കായും സാധനങ്ങളൊക്കെ കയറ്റി അങ്ങോട്ടേക്ക് വയ്ക്കുക. ഇവിടുത്തെ ബോട്ട് സർവീസ് വരുന്നുണ്ട് കേട്ടോ. അത് അപ്പുറത്തെ കടവിൽ നിന്ന് നേരെ ഈ കടവിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതൊരു കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് ജെട്ടിയാണ്. ഇവിടേക്കാണ് ആ ബോട്ട് വരുന്നത്. വന്ന് ഇതുമ്മ ഈ ടയറുണ്ടല്ലോ, ഈ കാണുന്ന ടയർമ വന്ന് ഇടിച്ച് ആ ടയർമയും കൂടി ഇടിച്ചങ്ങ് നിർത്തും. നോക്കിയോ, കണ്ട അടിപൊളി. ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടം വരെയാണ് ഈ ബോട്ട് വരുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു തന്നതാണ്. കണ്ട ഡ്രൈവർ മുകളിൽ, 2 കണ്ടക്ടറും ക്ലീനറും, അല്ല 5 പേരുണ്ട് സ്റ്റാഫ് മൊത്തം. ഇനി ഇവിടുന്ന് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ബോട്ട് പോവുക. കണ്ടോ, ഈ കാണുന്ന കയറുമലയ്ക്ക് കെട്ടി അടുപ്പിച്ച് നിർത്തിയിട്ടാണ് ചേട്ടാ. കണ്ടോ, ഇതാണ് അതിൻ്റെ നങ്കൂരം. എന്തായാലും ഇനി നമുക്ക് വണ്ടി കയറ്റി എവിടം വരെ ആയി എന്നുള്ളത് നോക്കാം. എനിക്ക് തോന്നുന്നു കഴിയാറായി ഉണ്ടാവും. ഞാൻ നേരത്തെ അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ കാൽഭാഗം ആയിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ വഞ്ചിയിൽ നിന്നാണ് കയറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ആയി ഉണ്ടാവും. നോക്കിയാവട്ടെ, നമ്മളിതേ ഫുള്ളായിട്ട് കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് കയറ്റി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കയറ്റുന്നതിൻ്റെ അത്ര ഇല്ല. നമ്മൾ എത്രയോ അട്ടി മുകളിലേക്ക് 2 അട്ടി മുകളിലേക്ക് വെച്ചാലാണ് 25 ടണ്ണൊക്കെ ആവുള്ളൂ. 2 അട്ടിയും പിന്നെ കമത്തും വെക്കണം. പക്ഷേ ഇതിപ്പോൾ ഒരു അട്ടി തന്നെ അവിടെ മാത്രമേ ഉള്ളൂ. അതിൽ കമത്ത് വെക്കാനും പോയിട്ടും ഇവിടെ എങ്ങനെ അറ്റത്ത് പോലെ എത്തണില്ല. കാരണം ഒറ്റൊരു ഇതിൽ കയറ്റി കൊണ്ടുവന്ന വള്ളത്തിൽ കയറ്റി കൊണ്ടുവന്ന സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വേറെ വെള്ളം വരാനില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളെയാണ് വരിക. തന്നെയല്ല ഇതിൻ്റെ ബാലൻസ് കയറ്റാൻ വേണ്ടിയിട്ട് അത് നിർത്തിയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ 20 ടണ്ണിൻ്റെ ഒക്കെ താഴെ പോകും. അപ്പോൾ വീണ്ടും വാടക താഴത്തേക്ക് പോകും. എൻ്റെ പൊന്നു കാഴ്ച ഇത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലാവണില്ല. മടുപ്പാണ്. കാരണം എന്ത് ഓട്ടവും എല്ലാം ഇങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഒരെണ്ണം ഒരു നേരെ പോകാമെന്ന് പറയില്ലേ. ഇത് 24 ടണ്ണുണ്ടെങ്കിൽ ആ വന്ന നഷ്ടം ഈ വന്ന നഷ്ടമൊക്കെ അങ്ങോട്ട് നികന്നു പോകുമെന്ന് പറയില്ലേ. ഇതതില്ല. ഇതാണ് പ്രശ്നം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ
ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് കൊണ്ട് പോകാനല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് 20 താഴെ ഉണ്ടാവുള്ളൂ. 20 താഴെ എന്ന് പറഞ്ഞാൽ 5 ടണ്ണിൻ്റെ പൈസ. അപ്പോൾ നമുക്ക് വാടകയിൽ ആണെങ്കിൽ ഒരു 5000 റുപ്യ നമുക്ക് കയറി വരുന്ന സംഭവമാണ്. ഒറ്റയടിക്ക് 5000 കുറവാണ് വാടകയിൽ. അപ്പോൾ എന്താ ചെയ്യുക, കറക്റ്റ് പൈസ ആയിരിക്കും. നമ്മൾ ഇത് നോക്കി വരുമ്പോൾ എന്താ പറയുക, ടെന്നേജിൻ്റെ വെയിറ്റും വാടകയും കൂടി നോക്കി വരുമ്പോൾ നമുക്ക് 5 ടൺ കുറഞ്ഞതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ 20-19 ഉള്ളതെന്ന് വെച്ചാൽ 6 ടണ്ണിൻ്റെ പൈസ വെച്ചിട്ട് ഒരു 5000 രൂപയുടെ അടുത്ത് കുറവ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 ടണ്ണിൻ്റെ പൈസ 5000 രൂപയുടെ അടുത്ത് കുറവ് വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് അടിച്ചു. അപ്പോഴും കമ്പനിക്ക് അടിച്ചു. എപ്പോഴും കമ്പനിക്ക് അടിക്കൽ മാത്രമാണ് നടക്കാനുള്ളൂ. അതാണ്. എന്തായാലും അജീഷ് മുകളിൽ കയറിയിട്ടുണ്ട്. പായിട്ടുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. ഇനി പായിട്ടിട്ട് നല്ല നീങ്ങാം. എന്തായാലും ലോഡ് കയറ്റി കിട്ടിയത് തന്നെ ഭാഗ്യം വിചാരിക്കാം. ആദ്യം ഈ വഴിക്കൊക്കെ വല്ലപ്പോഴും ട്രാൻസ്പോർട്ടാണ് പോയിരുന്നത്. ഇപ്പോൾ ഇഷ്ടംപോലെ ട്രാൻസ്പോർട്ട് 5 മിനിറ്റ് ഇടവിട്ട് പോകുന്നുണ്ട്. എന്ത് പറ്റിയാണോ ഇന്നത്തെ പരിപാടി ഇവിടെ കയറ്റി അവസാനിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ട്. മൊത്തം വണ്ടികളൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. സമയം 3 മണി കഴിഞ്ഞില്ലേ ഗൈസ്. നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ ഫുള്ള് കയറ്റി കഴിഞ്ഞു. ഇന്ന് വളരെ കുറവാണ്, ടെന്നേജ് ഉള്ളൂ. ഇന്ന് ഭയങ്കര ലോഡ് കുറവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ വിഷുവിന് ഇവിടെ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കിട്ടിയത് ലാഭം എന്നാക്കി നമ്മൾ ഉള്ള ടണ്ണ് കയറ്റിയിട്ട് ഒരു വഞ്ചിയിൽ കയറ്റാവുന്ന ലോഡ് ഉണ്ടായിരുന്നു. പക്ഷേ ആ വഞ്ചിയിൽ ലോഡ് കുറവായിരുന്നു. അതാണ് ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് പിന്നെ ബാലൻസ് ഇരിക്കണ കുറച്ച് കയറ്റി തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ ബാലൻസ് ഇരിക്കണമെങ്കിൽ വേറൊരാളുടെ, ഇത് ഒരാളുടെ നെല്ലാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി 2-3 ദിവസം കൂടിയാണ് ഇവിടെ ഇതുണ്ടാവുള്ളൂ, നെല്ലുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ലിൻ്റെ പണിയൊക്കെ ഏറെക്കുറെ ഈ ഭാഗത്ത് അവസാനിക്കും കേട്ടോ. കാരണം മഴയൊക്കെ ആവണേക്കാളും മുന്നേ ഫുള്ള് നെല്ലും കയറ്റി വിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ കുറേ വണ്ടികൾ നാളത്തേക്ക് കിടക്കണതാണോ, അത് ഇനിയിപ്പോൾ വേറെ വല്ല ആൾക്കാരുടെ ഓട്ടം കൊണ്ട് കിടക്കണതാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ കുറേ വണ്ടികൾ ഇപ്പോഴും കയറ്റാണ്ട് കിടക്കണ്ട. അപ്പോൾ ഈ അജീഷിനോട് എടുത്തു വരാൻ പറഞ്ഞിട്ട് ഞാൻ ഇനി പുറത്ത് നിൽക്കുമായിരുന്നു. കുറച്ച് നേരം ഇവിടെ ഇരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലരും പറഞ്ഞായിരുന്നു പായ കെട്ടണ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞ കമൻറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ പായ കെട്ടണ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ഗൈസ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ അവനും കൂടിയിട്ടാണ് പായ കെട്ടിക്കൊണ്ടിരിക്കുക. പായ കെട്ടുമ്പോൾ ഒരു ഫോൺ വന്നാൽ പോലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എങ്ങനെയാണ് നമുക്ക് പായ കെട്ടണ വീഡിയോ, അല്ലെങ്കിൽ 3 പേര് വേണം. 3 പേരിൽ 2 പേര് പായ കെട്ടണത് ഒരാൾക്ക് എടുക്കുക. അല്ലാതെ തന്നെയല്ല, പായ കെട്ടണത് കാണുമ്പോൾ തന്നെ നമുക്ക് പറ്റില്ല എന്ന് പറയില്ലേ, അങ്ങനെയാണ് അവസ്ഥ. മഴക്കാറ് നന്നായിട്ടുണ്ട്. ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട്. നനയെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവരുന്ന് വെച്ചത്. ഈ വണ്ടിയൊക്കെ നമ്മൾ വരുമ്പോഴേ കിടക്കണ്ട. എന്താണോ ഇതൊക്കെ ഏറ്റതൊക്കെ നമുക്കെന്തായാലും അജീഷ് നല്ല ചിരിയുണ്ട് കേട്ടാ. ലോഡില്ലെങ്കിലും വീട്ടിലെത്താറായില്ലേ വെഹിക്കിള് വരുന്നുണ്ടോ? ആ വെഹിക്കിള് വരണമെങ്കിൽ ആകെ 16 ടണ്ണിൻ്റെ പൈസ അല്ലേ. ബാക്കിയുള്ള പൈസ ഇങ്ങോട്ട് വെഹിക്കിളിനെ കൊണ്ട് മേടിക്കേണ്ടി വരും. മഴ അവിടെ പെയ്യണതാണ്. അവിടെ കളർ വ്യത്യാസം അല്ല അല്ലേ, ചാൻസ് ഉണ്ട്. മഴ എന്തായാലും തൃശ്ശൂരെത്തെക്കാളും മുന്നേ മഴ പെയ്യുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഈ വണ്ടികളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. KL 34 ഏത് ഇന്ന് കൊണ്ടുവരുന്നതോ? ബോട്ട് വലിച്ചു കൊണ്ടുവരാണോ? അതെന്താ ഇപ്പം വെള്ളം ഒറ്റയ്ക്ക് വരാത്ത? വെള്ളത്തിന് മറ്റേതില്ലേ? അതെ. ആ സാധാരണ ഗതിക്ക് നമ്മൾ ആ മറ്റൊരു മോട്ടർ വെച്ചിട്ട് വരാൻ കാണാറുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസം നമ്മളുടെ AC ആണ് കേട്ടോ. കാരണം നമ്മൾ ഈ കെട്ടൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ വന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് വണ്ടി ഓഫ് ചെയ്യാണ്ട് നമുക്ക് AC കാര്യങ്ങളും ഇട്ടിരിക്കാൻ പറ്റുമ്പില്ലേ, ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാലേ. വേർത്ത് നമ്മളൊരു പരിവായിട്ട് നിൽക്കല്ലേ, ആ സമയത്ത് നല്ലൊരു തണുത്ത കാറ്റ് കിട്ടുമ്പില്ലേ, സുഖമായിട്ട് ആണെങ്കിൽ ഉറങ്ങാം. ആ നിലയ്ക്കാ സന്തോഷമായി എന്തായാലും. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് ലോഡ് കയറ്റി കിട്ടുന്നു. അപ്പോൾ ലോഡും കയറ്റി കിട്ടി. ഇനി നമുക്ക് നേരെ നമ്മൾ പോകാറുള്ള വഴിയിലൂടെ തന്നെ, അതായത് നേരെ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയം അല്ലേ, കോട്ടയത്തിൽ നിന്ന് അങ്ങനെ പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, അങ്കമാലി, നമ്മുടെ ചാലക്കുടി, അങ്ങനെ തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ പാലക്കാട് പറയില്ല, ഞാൻ തൃശ്ശൂർ ഇറങ്ങാണല്ലോ. പിന്നെ എങ്ങനെ നിങ്ങളുടെ നാട് പറഞ്ഞത്? അങ്ങനെ പാലക്കാട്ടേക്കാണ് ലോഡ്. അപ്പോൾ അജീഷിൻ്റെ നാടായ പാലക്കാട്ടേക്കും കൂടി ഈ വണ്ടി പോകും പറയാം. അപ്പോൾ അജീഷിൻ്റെ നാട്ടിലേക്കാണ് എന്നിട്ട് പോകണത്. നെല്ല് ഈ ബസ് നമ്മൾ കയറ്റി പോകണം. ആലപ്പുഴയിൽ നിന്നും നേരെ വെഹിക്കിളാണല്ലോ. വെഹിക്കിൾ ലോഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതുകൊണ്ട് വെഹിക്കിളിന് ഇതിനകത്ത് ഒന്നുമില്ല എന്നുള്ളത്, കൈ നീട്ടണ പോലും ഇല്ല. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം, ക്യാബിൻ്റെ മുകളിലേക്ക് 4 അടിയുടെ മുകളിലേക്ക് കയറ്റിയാലാണ് 25-ന്റെ മുകളിലേക്ക് വരുള്ളൂ. ഇത് ക്യാബിൻ്റെ ഒപ്പമാണ് ലോഡുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കൂടുതൽ ഉണ്ടാവില്ല. അത് തന്നെയല്ല, ഇത് ഒറ്റപ്പായയിൽ പരിപാടി കഴിഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ വീണ്ടും വാടക ഉണ്ടാവില്ല. ടെന്നേജ് കുറയുമ്പോൾ ഇത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഓട്ടമാവും, നിൽക്കാത്ത ഓട്ടം കാര്യങ്ങളൊക്കെ ആവും. വാടക മാത്രമാണ് ഇതിൽ ഇല്ലാണ്ട് വരിക. അതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ 3 ട്രിപ്പ് പോയിട്ടും ഏറെക്കുറെ
ആ അതെ, അല്ല എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങൾ കാരണം ഇപ്പൊ നെല്ല് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ 24 ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നല്ല വാടക മുട്ടി. 25 ടണ്ണ് മുട്ടി. അപ്പോൾ 25 ടണ്ണ് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയിൽ 25 ടണ്ണായിട്ട് ലോഡ് കിട്ടിയത്. എന്താ അടിയെന്നൊരു ശബ്ദം. നമുക്കൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ചാലോ? ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെന്താ കുഴപ്പം? അജീഷ് ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്ഷീണത്തിനായി ഉണ്ടാവും. മേത്തുനിന്ന് കുറേ ഉപ്പ് പോയിട്ടുണ്ട്. ആ ഉപ്പൊക്കെ തിരിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് നാരങ്ങ വെള്ളം ഇങ്ങോട്ട് ഉണ്ടാക്കി നിനക്ക് അങ്ങോട്ട് തരും കേട്ടോ. നാരങ്ങ വെള്ളം ഉണ്ടാക്കട്ടെ. ഈ കട്ടർ വഴി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതിൽ ഈ റോഡിൽ ചിലപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റില്ല. ഉണ്ടാക്കി അങ്ങനെ തന്നെ ചിലപ്പോൾ പോകുകയാണ്. അവിടെ ഇതെന്താണ് തീയിട്ടുള്ളത്? എന്താണ്? വൈക്കോലിന്റെ വേസ്റ്റ് അവിടെ പോകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് തന്നെ വളമാവുന്നു അല്ലേ? ഓ ശരിയാ, ഇതിനകത്ത് തന്നെ ഇട്ട് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളമാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ മാന്തി ക്ലിയർ ആക്കി ഇട്ടു. ഇനി മിക്കവാറും ഇവിടേക്കുള്ള ഓട്ടം കഴിഞ്ഞു. നെല്ലിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടത്തിന് ഈ വഴിക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം ഏറെക്കുറെ തീരുമാനമായിട്ട് നെല്ലിൻ്റെ ഓട്ടമൊക്കെ തീർന്നു തുടങ്ങി. ഇപ്പോൾ വെള്ളം കയറാൻ തുടങ്ങി എല്ലാ സ്ഥലത്തും. ഇനിയിപ്പോൾ ഒരു മഴക്കിടി ഇന്നലെ മഴ പെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത മഴക്കിടി പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് വന്നിട്ട് കല്ലിവിടെ ഇപ്പോൾ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഫുള്ള് വെള്ളമാവും. കാണാൻ വരാം, അത് ശരിയാ. ഈ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് ഇവിടേക്കാണ് വന്നേ? എടത്തുവാ. അപ്പം ഈ നമ്മളിവിടെ എത്രക്കാലം മുന്നേ ഉള്ളത് അല്ലേ? ശരിയാണ്. ആ വഴിക്ക് എന്നിട്ടാണ് ഇവൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് ഞായറാഴ്ച വന്നിട്ട് പറയുകയും ചെയ്തു. നമ്മൾ നെല്ലെടുക്കാൻ പോയ സ്ഥലത്തേക്ക് കേട്ടാ ഞാൻ കല്യാണത്തിന് പോകണത്. ഇനിയിപ്പോൾ ഈ വശത്തൊക്കെ വന്നാൽ എനിക്കും ഇനി പിന്നെ ഒരുവിധം ചെറുതായിട്ട് വഴിയൊക്കെ അറിയാട്ടെ. ഇനി നമ്മളുടെ എന്താ പറയുക കടങ്ങറ അതുപോലെ ചങ്ങനാശ്ശേരി റൂട്ട് ഒരുവിധം വഴികളും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ട്രാൻസ്പോർട്ടിൻ്റെ എണ്ണം കൂടിയിട്ടാ ജീഷേ, ശ്രദ്ധിച്ചായിരുന്നു തുടങ്ങിയത്? അതാ പറഞ്ഞു 5 മിനിറ്റ് വണ്ടി വരാൻ തുടങ്ങി. ഒതുക്കി നിർത്തിട്ടാ പോക്കോട്ടെ, നമുക്ക് യാതൊരു ധൃതിയില്ല. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും പെട്ടെന്ന് ലോഡുമായി, സന്തോഷമായി. ഇനിയിപ്പോൾ ലോഡ് കഴിഞ്ഞ പ്രാവശ്യം ലോഡായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ നമ്മളെ സഹായിക്കാനൊരു ചേട്ടനുള്ള കാരണം ആളുടെ വണ്ടി കയറ്റി തീരുമ്പോൾ 8 മണിയായിരുന്നു. അതെ. അപ്പോൾ ആ ചേട്ടൻ അല്ലെങ്കിൽ ആരും സഹായത്തിന് ഉണ്ടാവില്ല. അത് കാരണം ഞങ്ങൾ നിന്നതുകൊണ്ട് 8 മണി ആയിട്ടാട്ടോ. അപ്പോൾ രാത്രി വീട്ടിലെത്താനും നേരെ വൈകി. ഇന്നിപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. ഇന്നിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ എത്തും. കാലടി ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം എത്രയായി? സമയം എത്രയായി? ഇപ്പോൾ 4 സമയം ഏറെക്കുറെ 4 മണി ആയി ഉണ്ടാവണം. അതെ. അപ്പോൾ ഇപ്പം എത്രയായി സമയം? 4:45 അയ്യോ 5 മണിയാവാറായി. 4:50. ശരിയാ 3 മണിയാവാറായി. നമ്മൾ അതെ, എല്ലാ പരിപാടിയും കഴിഞ്ഞു 1.5 മണിക്കൂർ കൊണ്ട്. അപ്പോൾ നിലവിൽ നല്ല മഴക്കാറുണ്ട്. മഴയത്ത് കുളിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. വൈപ്പറിന്റെ പ്ലേറ്റ് മാറ്റാൻ പറ്റിയില്ലല്ലോ. 8ന്റെ സ്പാനർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നോക്കിയോ? അതെ അല്ലേ, ആ നെട്ട് വയ്ക്കണം അല്ലേ? അപ്പോൾ 8ന്റെ സ്പാനറിലെ 8 6 അങ്ങനെ പ്ലെയർ കൊണ്ട് പറ്റൂടാ പോകൂലേ? അല്ല ഇതിന് നെട്ടില്ലല്ലോ അല്ലേ? മേടിച്ചതിന് നെട്ടില്ലല്ലോ അല്ലേ? നമ്മുടെ വൈപ്പറിന്റെ ബ്ലേഡേ ഒന്ന് മാറ്റി കൊടുക്കുന്ന 2 മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ബെൻഡായി പോയിണ്ടാവും. നമ്മൾ അങ്ങോട്ട് അങ്ങനെയൊക്കെ കിടന്നിട്ട് ഇല്ല അല്ലേ? ഒന്നും കുഴപ്പമില്ല. അതെ, ഞാൻ ചെറുതായിട്ട് പറഞ്ഞപ്പോൾ അതിലൊക്കെ ബെൻഡായി പോകേണ്ടെന്ന് ഡൗട്ട് ഉണ്ട്. ഫുഡ് കഴിച്ചാലും ഫുഡിന്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ മഴയുണ്ടെങ്കിൽ മഴയും ആസ്വദിച്ച് നമുക്ക് മെല്ലെ പോവാം. മീനടക്കം 60 അല്ല 70 റുപ്യ, 65 രൂപ. അപ്പോൾ അതായത് 130 രൂപ മേടിച്ചത്. കുഴപ്പമില്ല, 130 രൂപ മേടിച്ചോട്ടെ. പോവാ, നല്ല മീനുണ്ട്. പക്ഷെ ഇന്നലെ കഴിച്ചു കൊടുത്ത് പൈസ 100 രൂപയായി. ഇല്ല, പക്ഷേ അത് ഊടും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ചോറിനൊന്നും കുറ്റം പറയാനില്ല, നല്ല അടിപൊളിയായിരുന്നു. ഇതും കുഴപ്പമില്ല, ഇതും നല്ലത് തന്നെയാണ്. അമ്മച്ചിയുടെ സ്നേഹം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ, ഭയങ്കര സ്നേഹമുള്ള ഒരു അമ്മച്ചി കേട്ടോ. നിർബന്ധിച്ച് ഇങ്ങനെ കഴിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് അത്ര ചോറുണ്ട്, കറിയൊക്കെ കുറവാന്നാലും നിങ്ങൾ വണ്ടിയിൽ വന്നല്ലേ, വിശന്ന് വന്നല്ലേ, 3 മണി ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചി നിർബന്ധിച്ച് ഇങ്ങനെ സ്നേഹപൂർവ്വം തന്നെ ഒരു പാവം അമ്മച്ചി എന്നിട്ട് ഊണൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. എന്നാൽ വെള്ളത്തിലാണ് ബിൽഡിങ് പണിത് വെച്ചേക്കുന്നത് അല്ലേ? പക്ഷെ ഈ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത്. അതെ, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? പരീക്ഷ പറഞ്ഞ ഒരു പ്രശ്നമില്ല. എന്നാൽ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഞാനിങ്ങനെ പെട്ടെന്നേ വെള്ളത്തിൽ തന്നെ നിൽക്കണോണ്ട് നമുക്കൊരു ചിന്ത. അപ്പം എന്തായാലും ഈ പ്രാവശ്യത്തോടു കൂടി ഈ സീസണിലെ ഇവിടേക്കുള്ള വരവ് ഏറെക്കുറെ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കാവാലം ഈ കടവ് എന്താ പറയുക, കൃഷ്ണപുരം കടവ് അല്ലേ? കാവാലം കടവ് എന്നാണ് പറയുന്നത്. കൃഷ്ണപുരം കടവ്, കാവാലം പോണ വഴി. അതെ. അപ്പോൾ
ഈ പ്രാവശ്യത്തോടു കൂടി ഇവിടുത്തെ ഓട്ടം കാര്യങ്ങളൊക്കെ ഏറെക്കുറെ തീരുമാനമാവും. അടുത്ത കൊല്ലം വരുമ്പോഴേക്കും ഒക്കെ ശരിയാവുന്ന. കായലിന്റെ നടുവിക്കൽ ഒരു വഴി വെട്ടിയിട്ട് അതിനെ പോവാന്നാ തോന്നുള്ളൂ കേട്ടോ. അതേപോലെയാ. എന്ത് രസം നോക്കിയാൽ മഴക്കാറും അതുപോലെ തന്നെ രണ്ട് സൈഡിലും വെള്ളത്തിന്റെ കളറങ്ങോട്ട് മാറി. ഈ മുകളിൽ മഴക്കാറ് വന്നപ്പോൾ ഒരു അത് ഗ്രേ കളർ പോയി. അപ്പൊ റോഡിന്റെ ഗ്രേ ഒരു ലൈറ്റ് ഗ്രേ ആകെ തെറ്റിപ്പോവാണല്ലോ ഗ്രേ കളറും. പിന്നെ നമ്മുടെ വണ്ടി ശരിക്കും അവിടെ നിന്ന് തന്നെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ ഗ്രേ വണ്ടിയും കൂടി ആകുമ്പോൾ മൊത്തത്തിൽ പൊളിച്ചേനെ. പക്ഷെ ആ ഒരു ലുക്ക് കാണാൻ പറ്റണ്ടായി പോയല്ലോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗ്യാണ്. ഇതൊരു 1 മണിക്കൂർ മുന്നേ ഈ മഴ അങ്ങനെ പെയ്തെങ്കിൽ നമുക്ക് ലോഡ് കയറ്റി കിട്ടില്ലായിരുന്നു അല്ലേ? അടിയും കിട്ടിയത് നേരം വൈകിയേന്. അതെ, എന്തായാലും ഭാഗ്യമായി നമുക്ക് ലോഡ് കയറ്റി കിട്ടുകയും ചെയ്തു. പിന്നെ നമ്മളുടെ വണ്ടിയുടെ ക്യാബിൻ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നെയിം ബോർഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാരണം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൈഡിൽ കൂടിയുള്ള വെള്ളം വരവൊക്കെ വളരെ കുറവായിരിക്കും. ആകെ വെള്ളം വരിക, എല്ലാ വെള്ളവും ഫ്രണ്ടിലേക്ക് വരിക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈപ്പറിലേക്ക് ഇത് കണ്ടോ വെള്ളം വരണണ്ട. അവിടുന്ന് മറ്റേ മോട്ടറിൽ നിന്ന് കോരി ഒഴിക്കണ പോലെയാണ് വെള്ളം വരുന്നത് മൊത്തം. പോയി ഇതിനിപ്പോ എവിടെ സൈഡ് കൊടുക്കൂടാ ഈ 2 വണ്ടി? അയ്യോ, അതും ലോഡ് വണ്ടിയാണല്ലോ ദൈവമേ. എന്ത് ചെയ്യാ? ബാക്കിൽ കാറ് പൊട്ടിച്ച് നിൽക്കണ്ടല്ലേ, പെട്ടു. വലിയ കാര്യമായിട്ട് ഇറങ്ങാനില്ല കേട്ടോ ജീഷ. മിറർ നോക്കണേ. മറിക്കോ? മഴയാണ്, ഒന്നും കാണാനും ഇല്ല. ബാക്കിലാണെങ്കിൽ ഒരു കാറ് മുട്ടിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. കുറച്ച് ദൂരം ബാക്ക് എടുത്ത് കൊടുത്തു. പോവോ? മഴയാകുമ്പോൾ ഒന്നും കാണില്ല. മിററേക്കടി ഒന്നും കാണില്ല. ഗ്ലാസ് താത്തിയിട്ട് ഓടിക്കാനും പറ്റില്ല. ചെറിയ വഴിയാകുമ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. രക്ഷപ്പെട്ടു എന്തായാലും. നമ്മുടെ പായമ കോറി പോയി കഴിഞ്ഞാലും പായ കീറിയാലും പെട്ടുവേ. വണ്ടി വരഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, താറാവ്. എന്റെ പൊന്നെ, താറാവോ? ഇങ്ങോട്ട് പോകാണ്ടിരിക്കല്ലേ. അടുത്ത പ്രാവശ്യം അടുത്ത കൊല്ലം നമ്മൾ വരുമ്പോഴേക്ക് ഈ റോഡിന്റെ പണിയൊക്കെ ശരിയാവും വിചാരിക്കാം അല്ലേ? തോട്ടിക്കടി അല്ലാണ്ട് നമ്മൾ പോണത് റോട്ടിലൂടെ. കാന പണിതിട്ടുണ്ട്. കാനയുടെ ഉള്ളിലേക്ക് തുണ്ട് വെള്ളം പോയി തുടങ്ങിയിട്ടില്ല. കുത്തി വലിച്ച വരുന്ന റോഡിയുടെ വെള്ളം. മഴ മാറിയപ്പോഴാണ് വെള്ളത്തിന്റെ കളി കാണുന്നത്. അജീഷ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചിട്ട് മെയിൻ റോഡ് എത്തിയിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചിട്ടായിരുന്നു നിന്നെ. അയ്യോ, ആ വണ്ടിയുടെ മുകളിലേക്ക് പട്ട വീണു. മെയിൻ റോഡിലേക്ക് എത്തിയിട്ടോ. അതെ, ഈ സ്റ്റോപ്പിന്റെ പേര് തുരുത്തി. അപ്പൊ ഇനി നേരെ കോട്ടയത്തേക്കാണ് പോണത്. ഏത് ഇത് തുടയ്ക്കണോ? ഗ്ലാസ് തുടയ്ക്കണോ? ഇത് പുറത്തെത്തിയാ ഞാൻ ഗ്ലാസ് കയറ്റിയിട്ട് ഇറക്കാം. അപ്പൊ ശരിയാവും മിക്കവാറും. ചടപെടാന്ന് പറഞ്ഞ നാരങ്ങ ഈ കടക്കാരനായിരുന്നേ എനിക്കധികം സമയം വേണ്ട നാരങ്ങ ഉണ്ടാക്കാൻ. ഇന്നലെ നിനക്ക് കിട്ടിയില്ലല്ലോ. നീ കിടന്ന് ഉറങ്ങില്ല. കുറെ വിളിച്ചു നാരങ്ങ വേണോടാന്ന് ചോദിച്ചിട്ട്. ഉറക്കം വന്നായിരുന്നു നിനക്ക് നാരങ്ങ വെള്ളം. ഉപ്പ് കൂടുതൽ കുറവാ നിനക്ക്? ഞാൻ പറഞ്ഞ ആ കുപ്പിയിൽ കലക്കി കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം കൂടുതൽ ചേർത്തിട്ട് കഴിച്ചോ? ആ വെള്ളം നിറയണേക്ക് മുമ്പ് നിർത്തണം, അല്ലെങ്കിൽ അത് നിറഞ്ഞു പോകും. വെള്ളം പോയി അടിക്കട വരുമ്പോ നിണ്ടായില്ല. അത് നെക്ക് കൂടി പോയി. അതുണ്ടായോ? നീ കുടിച്ചോ? കുടിച്ചോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഇത്ര നല്ല ഇത് നാരങ്ങോളം ഞാൻ ഇതേവരെ കുടിച്ചിട്ടില്ല അല്ലേ? ശരി, ഞാൻ സമ്മതിക്കും. അടിപൊളി. വണ്ടിയിൽ ഉണ്ടാക്കുന്നത് പോലെയാ.
വണ്ടിയിൽ ഫുഡ് ഉണ്ടാക്കി നോക്കിയേ. നമുക്ക് ഒന്നും അറിയാണ്ട് എന്തെങ്കിലും ഭാര്യ വെച്ച് മുളകുപൊടി മഞ്ഞപ്പൊടി ഒന്നും ഒരു അളവൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് എന്തായാലും അജീഷ നമുക്ക് വണ്ടിയിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വണ്ടിയില് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ അത് കഴിഞ്ഞില്ലേ ഗ്ലാസും വെള്ളം നാരങ്ങയുടെ തൊണ്ടുകിരി കളയട്ടെ, ഉപ്പടക്കട്ടെ. ആ പണി ഇങ്ങോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മേടിച്ചാൽ മതി, ഉപ്പുണ്ടല്ലോ ഓൾറെഡി. ഓക്കെ നല്ല പരിപാടി. ഗായ്സ് നോക്കിയേ, അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നുള്ളൂ, അടുത്ത സെന്റർ എത്തി. അപ്പൊ ഉണ്ട് ഇവിടെ മഴ എന്ന് പറഞ്ഞ സാധനം പെയ്തിട്ടേ ഇല്ല. നോക്കിയേ, ഈ സ്ഥലത്തിന്റെ പേര് അതൊന്ന് വായിക്കട്ടെ കേട്ടോ. ഏതാ, കാലടിയിൽപ്പടിയോ? അയ്യോ പെട്ടെന്ന് കഴിഞ്ഞു പോയി ആ സ്ഥലത്തിന്റെ പേര്. കാലടിയിൽപ്പടി അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ആ ഏറെക്കുറെ അത് തന്നെയാണ്. അപ്പൊ അജീഷ് പറയണത് അത് കടലിനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് അവിടെ കൂടുതൽ മഴ പെയ്ത്. ഇവിടെ കടലിനോട് ഇത്തിരി അകന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയം സൈഡിലേക്ക് മഴ കുറയും. ഇവനെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയട്ടെ, കടലിനോട് അടുത്ത് കിടക്കുമ്പോൾ നീരാവിയായിട്ട് പോകുന്നില്ല. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അത് ആ സമയത്ത് ടീച്ചർ പറഞ്ഞിട്ടില്ല ഈ കടലിന്റെ തൊട്ടടുത്തിരിക്കുന്നത് കൂടുതൽ മഴ പെയ്യും. അങ്ങനെയാണെങ്കിൽ കടൽ തീരത്ത് എപ്പോഴും മഴ പെയ്തുകൊണ്ടേ ഇരിക്കണ്ടാ. അതില്ല, എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നിന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ കടൽ തീരത്ത് എപ്പോഴും മഴ പെയ്യുന്നത്? അത് കറക്റ്റ് തന്നെ, അത് തീർച്ചയായും ഞാനും സമ്മതിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവിടെ മാത്രമാണ് മഴ പെയ്യണുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്പൊ നമുക്ക് കടൽ തീരത്ത് എപ്പോഴും മഴ കിട്ടണ്ടേ. ഈര സ്ഥലപ്പേര്, ഈര അങ്ങോട്ട് പോവാം. അങ്ങോട്ട് 50 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. ഇത് കുറിച്ചി സ്ഥലപ്പേര്. കുറിച്ചി കോട്ടയാണോ ആലപ്പുഴയാണോ? കോട്ടയം. ആ ആ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയതാണ് ആലപ്പുഴ ഉള്ളൂ അല്ലേ? ഓ ശരിയാ, കുട്ടനാട് ആ വഴിക്ക് പോയതാണ് ആലപ്പുഴ റൂട്ട്. ഇതാണ് ഈ കോട്ടയം റൂട്ട്. എന്തായാലും മഴയ്ക്ക് മുന്നേ നമുക്ക് തൃശ്ശൂർ പിടിക്കാം. പാലക്കാട്ടേക്ക് ഇത്തിരി മഴ പെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ വരണ്ട് നിൽക്കില്ല ആകെ പാലക്കാട്ടുകാര്. മഴ പെയ്തോട്ടെ, ഇപ്പൊ പെയ്തോട്ടെ, ഞങ്ങളുടെ വേലയും പോലൊക്കെ പെയ്യാണ്ട്. ആ അതിന് വിഷു വേലയ്ക്ക് പെയ്തോട്ടെ. അതിനിപ്പോ എന്താ, വിഷുവിന് പടക്കം പൊട്ടാണ്ടിരിക്കൊന്നുമില്ലല്ലോ. ഒതുങ്ങിയിരുന്ന് കത്തിച്ചിട്ട് മഴയുള്ള സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞാൽ മതി, കത്തി കഴിഞ്ഞിട്ട് എറിഞ്ഞാൽ മതി, അപ്പൊ പിന്നെ പൊട്ടിക്കോളും. അപ്പൊ നമുക്ക് എല്ലായിടത്തും പടക്കം കിട്ടും നോക്കാം. ഉണ്ടെങ്കിൽ കുറച്ച് പടക്കം മേടിച്ച് പോവാം. നാളെ പടക്കം അങ്ങോട്ട് പൊട്ടിക്കാം വിഷുവിന് വീട്ടിലിരുന്ന്. നിനക്ക് ആ തമിഴ്നാട്ടിൽ പോയപ്പോ ഒരു 5 കിലോ പടക്കം മേടിച്ച് പോയായിരുന്നില്ല ജീഷേ? ഉണ്ടെങ്കിൽ നിസ്സാര പൈസ 1000 രൂപയ്ക്ക് ഇവിടെ 2000 രൂപയുടെ പടക്കം കിട്ടിയാണ് അല്ലേ? അവിടെ ഞാൻ വണ്ടി എടുത്ത് പോർത്താ കല്ലുമണിന്ന് ഓർത്തിട്ട് കാര്യമില്ല, മേടിക്കണായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും പോട്ടെ. അടുത്ത പ്രാവശ്യം പോകുമ്പോ മേടിച്ചോളൂ കേട്ടോ. അജീഷേ, ഇവിടെ കടലുണ്ടായിട്ടല്ല മഴ പെയ്യണേ. ഇവിടെ ഉണ്ട് കോട്ടയത്തില്. കോട്ടയത്ത് ഇവിടെ കടല്? കടലല്ല, കായലൊന്നും ഇല്ല. കായലാണ്. കോട്ടയം ഒരു കുന്നും പ്രദേശല്ലടാ. ഇവിടെ ഈ ഭാഗത്ത് കായലാണ്. ആ എന്നാ ശരി, ഞാൻ സമ്മതിച്ചു. എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലാത്ത സമ്മതിച്ചെന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് മഴ പെയ്യുന്നത്. ഇപ്പൊ അപ്പുറത്തെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നില്ല, ഇപ്പുറത്തെ പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ ഇത് ഏത് സ്ഥലം എന്ന് പറഞ്ഞുതരാം. സ്ഥലം കാണാൻ പറ്റണില്ല, സ്ഥലം മഴയായെന്ന് വായിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ നമുക്ക് പറയായിരുന്നു. ആ പള്ളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഈ പഞ്ചായത്തിൽ. അപ്പൊ പള്ളം പഞ്ചായത്തിൽ നല്ല മഴയുണ്ട് എന്തായാലും. കേരളത്തിന്റെ ഇപ്പൊ അങ്ങോളം ഇങ്ങോളം അവിടെ ഇവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർക്കും അതേപോലെ തന്നെ മണ്ണുത്തി നിന്റെ പാലക്കാടിനൊക്കെ ഉണ്ടോന്ന് ഫോൺ വിളിച്ച് ചോദിച്ചു നോക്കാം. ഇവിടെ മാത്രമാണ് ഒറ്റപ്പെട്ട മഴയ്ക്കാണോ സാധ്യത? എവിടെ നിങ്ങളുടെ അവിടെ അല്ലേ? ആ പക്ഷെ ഇവിടെ എത്ര കണക്കിന് 27 ഉള്ളൂ. വണ്ടിയിലത്തെ ടെമ്പറേച്ചർ കണക്കിന് 27 ഉള്ളൂ കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണമൊന്നുമുണ്ട് ടെമ്പറേച്ചർ കുറവാണ്, 27. തൃശ്ശൂര് 38, 39 വരെ കാണിച്ചിട്ടുണ്ട് കാറില്. വൈപ്പറിന്റെ ബ്ലേഡ് മാറ്റാൻ പറ്റിയിരുന്നില്ലോടാ, വിഡിത്തരായില്ലോ. എവിടെയെങ്കിലും നിർത്തുമ്പോൾ നോക്കണം കേട്ടോ, സ്പാൻഡർ കിട്ടുമെന്ന്. ചെറിയ കട വല്ലതും ഉണ്ടെങ്കിൽ അവൻ നോക്കിയിട്ടേ ഇല്ല. അവൻ ഇതിനെ കുറിച്ച് ബോധേടല്ല, വീട്ടിൽ നിന്ന് വഴക്കൂടി പോകുന്നതാ. അപ്പോൾ അത് തന്നെ വഴിയിൽ നിന്ന് വണ്ടി വരുന്നൊന്നും നോക്കാണ്ടാണ് അവൻ പോണത്. റോട്ടിൽ മുഴുവനേ ഓയിൽ കിടക്കണ്ടാവും. അപ്പോൾ പുതിയ മഴ പെയ്യുമ്പോൾ ഈ വേനൽക്കാലത്തെ മുഴുവൻ ഓയിലും അതുപോലെ തന്നെ എണ്ണമയവും മൊത്തം റോട്ടിലുണ്ടാവും. ഓ പോലീസിന് കൂർക്കൊക്കെ ഉണ്ടോ? ആ പോലീസിന് എഴുതിയിട്ട് കൂർക്ക. അപ്പോൾ ഈ റോട്ടിൽ മുഴുവൻ ഓയിൽ മയവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വണ്ടിയുടെ പേര് പറഞ്ഞാണ്. ആ നീ പിന്നെ അത് പോലീസുകാർക്ക് എന്തിനാ അവർ കൂടെ കൊണ്ട് നടക്കണേ?
സത്യം പറയും, നീ വിഡ്ഢിയായിട്ട് അഭിനയിക്കുന്നതാണ്. അത് താറെന്ന് പറയണ പോലെ ഫോഴ്സിന്റെ വണ്ടിയാണ്, നമ്മുടെ ടെമ്പോ ട്രാവലർ ഉണ്ടല്ലേ, ആ വണ്ടിയുടെ പേര് ഗൂർഖ. ആകെ 3 വണ്ടിയാണ് ഓഫ് റോഡ് വണ്ടികളിൽ മെയിൻ വണ്ടി എന്ന് പറയുന്നത്. ഒന്ന് ഗൂർഖ, ഒന്ന് താറ്, ഒന്ന് ജിമിനി. അതാണ് ഗൂർഖ. നമുക്ക് എവിടെയെങ്കിലും ചൂട് ചായ കുറച്ച് കഴിയുമ്പോൾ കുടിക്കണം കേട്ടോ. ആ അന്ന് നമ്മള് കുടിച്ച സ്ഥല മതി. ആ റോട്ടി കയറിട്ട് ആൾക്ക് അടച്ചു പോകാൻ ധൃതിയുള്ള ആളായിരുന്നു സംഭവം. നോക്കി നോക്കാം, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുടിക്കാം. ഇപ്പൊ വേണ്ട, നമ്മളിപ്പോ വെള്ളം കുടിച്ചതിന്റെ ക്ഷീണം കണ്ട് മാറിയിട്ട് മതി. അതല്ലേ, കോട്ടയം കഴിയട്ടെ. കോട്ടയത്ത് മഴ പെയ്തത് കൊണ്ടുള്ള തിരക്കാണോ എന്നുള്ളത് അറിയില്ല. എല്ലാവരും പുറത്തിറങ്ങി. പക്ഷെ അതേ ഇപ്പൊ ഓട്ടോക്ഷേമ പായമ ഒരഞ്ഞിട്ട കാറ് പോണത്. ബസ്സൊക്കെ അപ്പുറത്ത് വഴിക്കാണല്ലോ പോണത്. വൺ വേ ആയതുകൊണ്ടാണ് ആ സൈഡിലേക്ക് കയറി പോണ വണ്ടികളെല്ലാം. ഇത് വൺ വേ ആണ് കേട്ടോ. അത് കോട്ടയം ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ വഴിയാതുകൊണ്ടല്ലേ. ഓ ചേട്ടാ, മൊത്തം ബ്ലോക്കാണ്. എന്റെ പൊന്നെ, ആളുടെ മുഴക്കോലൊക്കെ ബാക്കിലാട്ടോ ജീഷ. പോട്ടെ. ആവേശം, നമുക്ക് ഇനി അടുത്ത ദിവസം ആവേശം കാണട്ടോ. ആവേശം, അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം 3 പടത്തിന് നല്ല അഭിപ്രായമാണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഒരു ആവറേജ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മാസ് പടം എന്നൊന്നും പറയല്ലേ. പക്ഷെ നിവിൻ പോളി വന്നപ്പോൾ കലക്കി, നിവിൻ പോളി പോരിച്ചു. ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ആവറേജ്. അഭിനയമൊക്കെ എല്ലാവരും നല്ലത്, പടം ആവറേജ്. ഇതേപോലെ ഒരു പടം ഇറങ്ങിയിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് സംഭവം. ശരി, ഇതേപോലത്തെ പടം ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. അതാ ഉദ്ദേശം ഉണ്ടാവുക. ഗ്രാൻഡ് വിക്ടാറ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആംബുലൻസ് വന്നു. ഞങ്ങളൊക്കെ വഴി കൊടുത്തു. പക്ഷെ ആംബുലൻസ് കുറേ നേരമായിട്ട് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. അപ്പോൾ കടന്നു പോകാനായിട്ട് വഴിയില്ല. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? രക്ഷപ്പെട്ടു. ഇത്ര തിരക്കിൻ്റെ ഉള്ളിലേക്ക് വന്ന ആർക്കെങ്കിലും എവിടേക്കെങ്കിലും ഒതുക്കാൻ സ്ഥലമില്ലെങ്കിൽ പെട്ടില്ലേ. ആംബുലൻസ് കുറേ നേരമായിട്ടിട്ട് കളിക്കായിരുന്നു ഉള്ളിൽ. രക്ഷപ്പെട്ടു, കടന്നുപോയി. കോട്ടയം ജോസ്കോ ഒരു 1.5 ജോസ്കോ തന്നെയാണല്ലോടാ. എന്തൊക്കെ നീളം വീതി. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ സ്വർണ്ണ. എൻ്റെ പൊന്നെ, ഇത്ര വലിയ സാധനത്തിൽ മൊത്തം സ്വർണ്ണം എന്ന് പറയുമ്പോഴേ ആ ട്രാവലറിൻ്റെ മിക്കവാറും വീൽ കപ്പ് ഊരി പോകാനുള്ള സകല ചാൻസും കണ്ടു. ഫ്രണ്ട് വീൽ കപ്പ് നോക്കിയേ. അയ്യോ, ഏറ്റുമാനൂർ ഒരു നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഏറ്റുമാനൂർക്ക് പെയ്യുക ജീവശേ. കുറേ സ്ഥലത്ത് അവിടെ ഇവിടെ ഒന്നും പെയ്യണില്ലെങ്കിലും എന്തായാലും ഏറ്റുമാനൂർക്ക് മഴ ഉറപ്പാണ്. അതേപോലെ ഇരുണ്ടിട്ടുണ്ട് അല്ലേ. ഉള്ളിക്ക് 3 കിലോ 3 കിലോ ഉള്ളിക്ക് 100 രൂപ. പിന്നെ നാടൻ താറാവ് മുട്ട 14 100 രൂപ. ഏറ്റുമാനൂർ ഇപ്പോൾ വില കുറവാണല്ലോ. പാലയ്ക്ക് 16 കിലോമീറ്റർ, പിന്നെ വൈക്കത്തേക്ക് 29 കിലോമീറ്റർ. ഇത് ഏറ്റുമാനൂർ. അങ്കമാലി, പാല, എല്ലായിടത്തേക്കുള്ള വഴികൾ കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ അടിക്കട പാസ് ചെയ്യണു. നോക്കിക്കോളോ, കോൺഗ്രസ്സുകാരൻ്റെ വണ്ടിയാണ്. എങ്ങനെ മനസ്സിലായി എന്നറിയോ കോൺഗ്രസ്സുകാരൻ്റെ വണ്ടിയാന്ന്? അത് തന്നെ. എല്ലാവരുടെ സീറ്റുമ്പോൾ കണ്ടോ മറ്റേ കൊടിയുടെ ഇത്, അത് കോൺഗ്രസ്സുകാരുടെ ഒക്കെ സീറ്റ് കവർ എപ്പോഴും ടർക്കി ആയിരിക്കും. കോൺഗ്രസ്സുകാരുടെ കൊടിയുടെ കളറായിരിക്കും. ധൃതിക്കാർ ചവിട്ടി കൊടുത്തു. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുമ്പോൾ പടമായിട്ടിരിക്കും, നമ്മളതിൽ പെടും. ധൃതിക്കാരൊക്കെ പോട്ടെ. അപ്പം അങ്ങനെ ഏറ്റുമാനൂരും കഴിഞ്ഞു നമ്മൾ കേട്ടോ. ഇനി കൂത്തുകെട്ടുകുളം. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ഏറ്റുമാനൂർ അമ്പലം അല്ലേ. വേണ്ടേ, ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. കവാടം മാത്രം നമുക്ക് കാണാറുള്ളൂ. അങ്ങ് അകലെ ഉള്ളിലല്ലേ. അപ്പം അങ്ങനെ ഏറ്റുമാനൂർ അമ്പലം കണ്ടു. എന്നാളും കണ്ടു എന്ന് കൊണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഒരു സ്ഥലത്തെ ഒതുക്കി നിർത്തിയിട്ടോ. ഇനി ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്തൊരു ചായക്കട കണ്ടു. സ്നാക്സും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെന്നാലും കുഴപ്പമില്ല, ഒരു ചായ അങ്ങോട്ട് കുടിച്ചിട്ട് നീങ്ങാം എന്നുള്ളൊരു അഭിപ്രായത്തിൽ അങ്ങോട്ട് നീങ്ങി ഏറ്റുമാനൂർ കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. ഐഷവാ, ഓള പോണ്ടല്ലോ, ശബ്ദമൊക്കെ മാറ്റിയിട്ട്. മഴ എന്തായാലും പെയ്തു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ അടിപൊളിയായിട്ട് കെട്ടിയിട്ടുള്ള കാരണം ഒരു തുണ്ട് വെള്ളം പിന്നെ ഇവിടെ ലൂസായിട്ടുള്ള കയറ്. ഈ കയറ് ലൂസല്ല, അത് ഞാൻ അവിടെ കെട്ടിയിട്ടുള്ള ലൂസായിട്ടുള്ളതാണ്. അത് നേരെ നമ്മുടെ AC-യുടെ പുറത്തേക്ക് അങ്ങനെ പോണതാണ്. വേറെ എവിടെയെങ്കിലും ലൂസ് ഉണ്ടോ നോട്ടെ കയറ്? ഇല്ല, ഒക്കെ ടൈറ്റാ. ഒക്കെ ഓക്കെയാ. അപ്പോൾ അത് മാത്രം തന്നെ പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു ചായക്കടയുണ്ട്, ഒരു ചായ കുടിക്കാം.
ഇനി അജീഷിന് കുറച്ച് നേരം റെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ വണ്ടി എടുക്കാന്ന് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് തൃശ്ശൂർ വരെ എൻ്റെ ഊഴാണ്. എവിടെ നിന്ന് തുടങ്ങിയ ബ്ലോക്കാന്നറിയോ? കാലടിയിൽ തുടങ്ങിയ ബ്ലോക്കാണ്. എൻ്റെ പൊന്നു, ഇത് അങ്കമാലിയും കഴിഞ്ഞ് കരയാമ്പറമ്പ എവിടെയാ അവിടെ സാറായി ഫുള്ള് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ നിന്ന് മാറ്റാൻ പറ്റിയില്ല എന്നുള്ളതാണ് വണ്ടി. ഈ രണ്ട് സൈഡിലും കേട്ടോ, ആ സൈഡിൽ മാത്രമല്ല രണ്ട് സൈഡിലും ഒരേപോലെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തെ തിരക്കാവോ ഇത്? വിഷുവിന്റെ തിരക്കായിരിക്കും. വിഷുവിന്റെ തിരക്കാന്നാണ് തോന്നണ കേട്ടോ. ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പോ അവിടെ നിന്ന് വന്നിട്ട് എവിടെ നിന്ന് മുതൽ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഈ നിരങ്ങണമെന്നറിയോ? ഒരു വണ്ടിയുടെ പിന്നിലാണെങ്കിൽ ആ പിന്നിൽ ഇങ്ങനെ പിടിച്ച് പോരാ. പോലീസുകാരൊന്നുമില്ല. അങ്കമാലി ടൗണിലൊന്നും പോലീസുകാരൊന്നുമില്ല. ഒറ്റ ആൾക്കാരില്ല. സാധാരണ പോലീസുകാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കുത്തി കയറ്റി വരുന്ന വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തുക എന്തെങ്കിലും ചെയ്തൊന്നുമില്ല. അപ്പൊ നമ്മൾ കണ്ടില്ലേ എന്തോരം വണ്ടി അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കുത്തി കയറ്റിയാണ്. അപ്പൊ തോന്നി പോലെ നമ്മൾ ഫുൾ ബ്ലോക്ക് ആവുക. ഇവിടെയൊക്കെ ലൈനിൽ എന്താ ബ്ലോക്ക് എന്നുള്ളതൊന്നും മനസ്സിലാവുള്ളൂ. ലൈനിൽ ഇത്ര അധികം ഇങ്ങനെ വണ്ടി അരിച്ചു പോകാനായിട്ട് ആ സൈഡില് ബ്ലോക്ക് അങ്കമാലി എന്നുള്ള ബ്ലോക്കാ. ഈ സൈഡിൽ അങ്കമാലി എന്നുള്ള ബ്ലോക്കാ ഇത് മൊത്തം. ഇപ്പൊ നമ്മളിത് എവിടെ നിന്നുള്ള ബ്ലോക്കാന്ന് നമുക്കറിയോ? എന്ത് കഷ്ടമെന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ എപ്പോ വന്നാലും കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് സിമ്പിളായിട്ടൊന്ന് പോയുള്ളൂ. അതിന് മുന്നേ വന്നപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഇതേപോലെ തന്നെ വണ്ടി പണിയുന്ന സമയത്ത് ഇക്കയുടെ അവിടെ നിന്ന് പോയിട്ട് വരില്ലേ, ആ സമയത്ത് ഇതേപോലെ ഫുൾ ബ്ലോക്ക് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒരു രക്ഷയില്ല. അപ്പൊ പിന്നെ കാറായ കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ കുത്തി കയറ്റി കട്ടറൊക്കെ ചാടിച്ച് മണ്ണ് വഴിയൊക്കെ ചാടിച്ച് അങ്ങോട്ട് പോയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം ഇങ്ങനെ കിടന്ന് പോവാം. അല്ലാണ്ട് ഇപ്പൊ രക്ഷയൊന്നുമില്ല. ഒരു സിഗ്നലിൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ സിഗ്നലുണ്ടല്ലോ, ആ സിഗ്നലില് പച്ച കത്തും റെഡ് കത്തും അങ്ങനെ മാറി മാറി കത്തുമ്പോൾ വീണ്ടും ആ ബ്ലോക്ക് ചെയ്ത് പോകാൻ പറ്റാണ്ട് സിഗ്നലിൽ കിടക്കുന്ന വണ്ടികളാവുമെന്ന് എനിക്ക് തോന്നുന്നത് മൊത്തം. അല്ലാണ്ട് വേറെ ഒന്നാവാൻ ചാൻസ് ഇല്ല. ഇപ്പൊ എപ്പോൾ എത്തേണ്ട വണ്ടിയാണ്. നമ്മൾ 1 മണിക്കൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിൽ പോയി ഇല്ലേ? ഒറ്റ മണിക്കൂർ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇല്ല. ഇങ്ങനെ ബ്ലോക്ക് ആകുമ്പോൾ ഇനിയിപ്പോ മണിക്കൂർ പോയി എന്ന് പറഞ്ഞിട്ട് അല്ല, എന്തോരം ഡീസൽ പോകണം, എന്തോരം മണിക്കൂർ പോകും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ പറഞ്ഞിട്ട് ഇതിൽ നിന്നൊരു മാറ്റമൊന്നും നമുക്ക് ഉണ്ടാവാൻ പോകില്ല. കേരളത്തിലെ ട്രാഫിക്കിന് ഇനി ഒരു മാറ്റവും ഉണ്ടാവാൻ പോകില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ടൗണുകളുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളുടെ ഇപ്പൊ എന്താ പറയാ, മണ്ണുത്തിന്ന് തുടങ്ങിയിട്ടുള്ള ബ്ലോക്ക് ശരിക്കും അങ്കമാലി വരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ വഴിക്കാണെങ്കിൽ കാലടിയും അതുപോലെ തന്നെ പെരുമ്പാവൂരും മൂവാറ്റുപുഴ ആ റോഡ് വന്ന് ഫുള്ള്. ഇപ്പൊ ഇന്ന് വന്നപ്പോ കോട്ടയം മുതൽ ഫുള്ള് ബ്ലോക്ക് തന്നെ. ഒരു സ്ഥലത്ത് വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടില്ല ശരിക്കും. ആ സൈഡൊക്കെ നോക്കി ഇത് എവിടെ നിന്ന് തൊട്ടാന്നറിയോ? അല്ലാണ്ട് കുറച്ച് ദൂരം നല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ വിചാരിക്കാം. ഇത് എത്ര കിലോമീറ്ററോളായിട്ട് ബ്ലോക്കാന്നറിയോ? ഇവരൊക്കെ എന്തിന് വീട്ടിലെത്താനായി കാറുകാര്. നമ്മളുടെ കാര്യം അതേപോലെ തന്നെ, നമുക്കും വീട്ടിലെത്തണമെങ്കിൽ ഒരു സമയമാവും. പക്ഷെ അജീഷിന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുഴപ്പമുണ്ടാവില്ല. മണ്ണുത്തിന്ന് അങ്ങോട്ട് 3 ലൈൻ ആയതുകൊണ്ട് 6 ലൈൻ ആയതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് മണ്ണുത്തി എത്തണം. പക്ഷെ ഇതൊക്കെ പണ്ടേ പണിയണ സമയത്ത് തന്നെ കേരളത്തിലെ ട്രാഫിക് ബ്ലോക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെ 3 ലൈനും 6 ലൈനാക്കി പണിയേണ്ട സംഭവം പണ്ട് തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഇതെന്താ വെച്ചാൽ ഒരു ദിവസം തന്നെ ഇപ്പൊ ഞാൻ അജീഷ് ഇരുന്ന് അവിടെ നിന്ന് വരുമ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം തന്നെ എത്ര കാറുകളും ബൈക്കുകളായിട്ട് കേരളത്തിൽ ഇറങ്ങുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ റോഡുകൾ എന്നിട്ട് വികസിപ്പിക്കുന്നത്. അപ്പൊ അത്ര വണ്ടികൾ ഇറങ്ങുമ്പോൾ അതനുസരിച്ച് ഈ സംഭവം റോഡ് വലുതാവണ്ടേ? ഈ സിഗ്നലിലാണടാ, ഈ സിഗ്നലിന്റെ ആണ് ഇത് മൊത്തം. നമ്മളിപ്പോ ആ പച്ച കത്തനല്ലേ, നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും റെഡ് കത്തും. തന്നെയാണ് ഈ സിഗ്നലിന്റെ ബ്ലോക്കാണ് ഇതൊക്കെ. രക്ഷയില്ല. അപ്പൊ ഈ സിഗ്നലുകൾ മാറ്റി ഫ്ലൈ ഓവർ ആണെങ്കിൽ തിരക്കുണ്ടാവില്ല. ഇല്ല, അത്യാവശ്യം എന്നാ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയാക്കിയാലും മതി. എന്താ പറയാ, കുറെ ഫ്ലൈ ഓവറുകൾ വന്നാൽ തന്നെ കുറെ സമാധാനം കിട്ടുമെന്ന് പറയില്ലേ? ഇത് അതുമില്ലേ. പിന്നെ ഇപ്പൊ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ രസം മറ്റു പണിയുമ്പോൾ നോക്കണം. അല്ലാണ്ട് ഈ വീടിന്റെ മുകളിൽ ഓടി ഫ്ലൈ ഓവർ പണി എളുപ്പമുള്ള കാര്യം അത് നടക്കുന്ന രസമല്ല. അയ്യോ മടുത്തു. അവിടുന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ചപ്പോഴേക്കും പൂതി മതിയായി. കോട്ടയത്തു നിന്നല്ലേ ഇവിടെ എത്തിയപ്പോഴേക്കില്ലേ മനുഷ്യന്റെ ക്ലച്ച് ചവിട്ടി ഒരു പരുവാന്ന് പറയില്ലേ. ഫസ്റ്റ് ഗിയറിൽ നിന്ന് മാറ്റാൻ കൊതിയായി എന്ന് പറയാം. ഇപ്പോഴാണോ ഒന്ന് ശരിയായേ. ഇനി കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് വലിയ കുഴപ്പമില്ല. അടുത്ത സിഗ്നലിൽ വരെ എങ്ങനെ പോവാം. ഇനി അടുത്ത സിഗ്നലിൽ നോക്കിയാൽ മതി. സിഗ്നലിൽ എത്ര കാര്യം പിന്നെ ഒരു സിഗ്നലിൽ 2 പ്രാവശ്യം കിട്ടും എന്തായാലും, അത് ഉറപ്പാണ്. അത് കുഴപ്പമില്ല. സൈഡിൽ ചേർന്നിട്ട് പോവാം. ഗായ്സ്, ഞങ്ങൾ നമ്മുടെ പുതുക്കാട് വണ്ടി ഒതുക്കി നിർത്തി കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു ചായക്കടി ഉണ്ട്. അപ്പോൾ ചായ കുടിക്കാന്ന് വെച്ചിട്ട് ബ്ലോക്കും കാര്യങ്ങളും കാരണം സാധാരണ വരുന്നതിൻ്റെ ഇരട്ടി സമയമായി ഞങ്ങൾ പുതുക്കാട് എത്തുമ്പോഴേക്കും. അപ്പോൾ
ഫുള്ള് ബ്ലോക്ക് എന്ന് പറഞ്ഞാലേ അവിടെ നിന്ന് മുതൽ ഇവിടെ വരെ ഹൈവേ മൊത്തം ബ്ലോക്കോട് ബ്ലോക്കാണ് എല്ലായിടത്തും. സിഗ്നലും അതുപോലെ ഹൈവേ എല്ലാ സ്ഥലവും. കിടന്നു. അയ്യോ ഇത് കണ്ടില്ലേ, ഇതേപോലെ ബ്ലോക്ക് എന്ന് പറഞ്ഞ് ഇതേപോലെ ബ്ലോക്കാ. കാലിൻ്റെ മുട്ടൊക്കെ ഒടിഞ്ഞു. ആ നെല്ലക്കായി. എന്നാ കിടന്നു, ഞാൻ കിടന്നു. അല്ല, ഇതേപോലെ ഫുള്ള് സ്ഥലങ്ങളിൽ എല്ലായിടത്തും ബ്ലോക്കായി. ക്ലച്ച് താങ്ങിയിട്ട് ഫസ്റ്റ് ഗിയറിൽ മാറ്റാൻ പറ്റില്ല. ഈ ഹൈവേയിൽ ഓടിക്കാൻ പറ്റിയില്ല. സമയം എത്രയാണ്? 11 മണി ആയിണ്ടാവും മിക്കവാറും. 11 മണി കഴിഞ്ഞു എന്നുള്ളതാ. എപ്പോൾ എത്രയാന്ന് പറയാം, ഞങ്ങൾ 9 മണിക്ക് 8-9 മണിക്ക് എത്തേണ്ട. 6, 3, 9, 10 മണിക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ ലേറ്റ്. അതെ, രക്ഷയില്ല. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നേരെ പോവാം. എൻ്റെ കാലിന് മുട്ട അനങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ഒരു സ്കൂട്ടറുകാരനെ വണ്ടി തട്ടി അത് റോട്ടിലാണ് വീണു. ബാക്കിൽ വന്ന വണ്ടിക്കാരൻ ബ്രേക്ക് ചവിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒന്നും പറ്റിയില്ല കേട്ടോ. ഓ ഭാഗ്യം. തട്ടുകടകളുടെ ഒരു ബഹളാണ് കേട്ടോ. ഈ അറ്റം മുതൽ ആയിരം വരെ ഫുള്ള് തട്ടുകടകളാണ്. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് തട്ടുകടയിലാണ് വന്നത്. എനിക്ക് പുതുക്കാടുത്തെ ബ്ലോക്ക്, ഇവിടെയൊക്കെ ബ്ലോക്ക് തന്നെയാണ്. ഒരു രക്ഷയില്ല. അടിപൊളി ദോശ എന്ന് പറഞ്ഞാൽ അടിപൊളി ദോശ. എൻ്റെ പൊറോട്ട കഴിഞ്ഞിട്ടാ ജീഷ നല്ലതാണോ? എന്തായാലും പുതുക്കാടുത്തെ ഫസ്റ്റ് തട്ടുകട അടിപൊളി. കഴിക്കട്ടെ കേട്ടോ. എന്തായാലും തട്ടുകടകളുടെ ഒരു ഇത് തന്നെയാണ് അവിടെ. നല്ല അടിപൊളി ഫുഡ്. ഇപ്പോൾ നമ്മൾ കഴിച്ചത് ഫസ്റ്റ് കടയിൽ നിന്നാണ്. പിന്നെ ഇവിടുന്ന് ഇതല്ല, അവിടെ നിന്ന് ഫസ്റ്റ് ബസ് സ്റ്റോപ്പിൻ്റെ നേരെ താഴെയുള്ളത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ബീഫ്. ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് കഴിച്ചു നോക്കാത്തതുകൊണ്ട് അറിയില്ല, ചിലപ്പോൾ നല്ലതായിരിക്കും. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അടുത്ത സ്ഥലത്ത് നിന്ന് കഴിച്ചു നോക്കാം. ഇത് പുതുക്കാട് സെൻറ്ററിൽ തന്നെ കേട്ടോ. പുതുക്കാട് സെൻറ്ററാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊരു തിരക്കന്ന് ഇന്ന് എന്താണെന്നറിയില്ല. പതിവില്ലാത്ത വിഷുവിൻ്റെ ഇതായതുകൊണ്ടാണെന്നുകൊണ്ട് പതിവില്ലാത്ത ഭയങ്കര തിരക്കാണ്. അപ്പോൾ പെട്ടു. ഇനിയിപ്പോൾ ഇവിടം വരെ ഓടിച്ചെത്തിയപ്പോഴേക്കും എൻ്റെ കാലിൻ്റെ 2 മുട്ടും ഒടിഞ്ഞു എന്ന് പറയില്ലേ, ചിരട്ട. ഇനി നിനക്ക് ഞാൻ താക്കോല് കൈമാറിയിട്ടോ. മതിയായി, എനിക്ക് വണ്ടി ഓടിച്ചുള്ള പൂതി മതിയായി പറയില്ലേ. വീതി കൂടിയ വഴിക്കുണ്ടല്ലോ, റോഡൊന്ന് ക്രോസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലത്തെ പാട് എൻ്റെ പൊന്നോ. നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടാ. ഇപ്പം നമ്മുടെ അണ്ണൻ നമ്മുടെ സൈഡ് കളയോ മിറർ നോക്കി. ഇനി ടോൾ പ്ലാസയിലത്തെ അങ്കംപെട്ട് കാണാം കേട്ടോ. ആമ്പല്ലൂർ കഴിഞ്ഞു. ഇത് ടോൾ പ്ലാസയിലേക്കുള്ള തിരക്കാണ് ഈ കാണുന്നത്. എന്തെന്നാ ഇതിനൊക്കെ സമാധാനം നമ്മൾ പറയുക. അയ്യോ കാറും മേടിച്ച് 90 രൂപ ടോൾ കൊടുക്കാനില്ല അതല്ലേ? നീ അത് ശരിക്കും പറഞ്ഞാൽ എന്നെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതല്ലേ? ഞാൻ മിക്കപ്പോഴും ഇതിലേ പോവാറ്. സത്യം പറ, നീ എന്നെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതല്ലേ അത്? അതും വില കുറഞ്ഞ കാറൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ വിചാരിക്കുന്നത്. MG 90 ഇല്ലടാ, 2 കിലോമീറ്റർ അല്ലേ? ഇപ്പൊ അവൻ വരുന്നു ഇങ്ങോട്ട്. അവൻ പെട്ടു. അവനെ ഇവിടെ തിരിഞ്ഞ് അങ്ങോട്ട് ടോള് കട്ട് ചെയ്ത് വന്നായിരുന്നു. ഇനിയിപ്പോൾ അവന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ വരെ വന്നാലും അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഇവിടെ മുഴുവൻ ബ്ലോക്കല്ലേ, പെട്ടുപോയി. ഇനി നിന്റെ കുറച്ച് മുട്ട് വേന എടുക്കട്ടെ ജീഷേ. ഇതാണ് നീ മുകളിൽ മറ്റേ സാധനം വെക്കണ്ടോന്ന് ചോദിച്ചാൽ, ഈ സാധനം താറിന്റെ മുകളില് ഇതല്ല. ഇത് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങാൻ. അതിന്റെ മുകളിൽ ബെഡ് ഇട്ടാൽ മതി. ഇതെന്താ വണ്ടി ഇടിച്ചൂലോ? വണ്ടി ഇടിച്ചതാ. ടോളിലുള്ള തിരക്കല്ല. പിന്നെന്താ ഉണ്ടായേ? എന്തോ സംഭവം ഉണ്ടായിണ്ട്. ഇടുക്കിയോ വരികയെ എന്തോ ഉണ്ടായിണ്ട്. ആംബുലൻസ് വരുന്നുണ്ട്. സൈഡ് കൊടുക്കട ആംബുലൻസിന്. അതിലെ കേട്. നമുക്ക് ഈ ട്രാക്കിലേക്ക് പോവാം. ആംബുലൻസ് അങ്ങേ ഏറ്റവും അങ്ങേറ്റത്. അങ്ങനെ തുറന്നു കൊടുക്കുന്നില്ല. ആംബുലൻസ് ഇങ്ങടെ വരണേ. നീ അതിന്റെ പിന്നാലെ പോട്ടെ. അപ്പൊ ചിലപ്പോ നമുക്ക് ആ ട്രാക്ക് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ നോക്കാം. കിട്ടും. നമ്മൾ രക്ഷപ്പെടും. അവന്റെ പിന്നിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും മിക്കവാറും. അവൻ ഏത് ട്രാക്കിൽ കൂടെ പോണം? ശരിയാ, നമ്മൾ എത്തുമ്പോഴേക്കും അടയ്ക്കും. എന്നാലും ആംബുലൻസ് ട്രാക്ക് ശരിക്കും ഫസ്റ്റ് ട്രാക്കാ. ഈ ട്രാക്കാണ്, അതാണ് ആംബുലൻസിന്റെ ഒക്കെ ട്രാക്ക്. പക്ഷെ ഇവൻ ട്രാക്ക് തെറ്റിയ വന്നേ.
KL48. ഇവന് വലിയ പരിചയമില്ല. പരിചയം ഉണ്ടെങ്കിൽ ഇവൻ ആ സൈഡിൽ കൂടെ പോയേനെ. അതായത് ഫുൾ ലെഫ്റ്റ് സൈഡിൽ കൂടി പോകണ്ടേ. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്താ ഉണ്ടായേ? വണ്ടി മുഴുവൻ ആംബുലൻസ് ബ്ലോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒറ്റ വണ്ടി പോണില്ല. ഇതാണ് ടോൾ പ്ലാസയുടെ ഉള്ളില്. പൂവും ചിലപ്പോ ഇങ്ങനെ ഉറക്കത്തിലാന്നുണ്ട്. അയ്യോ പെട്ടു. ആംബുലൻസ് ഇവിടെ പെട്ടു. ഇനി ആംബുലൻസ് ഇതില് പോവാ. ഏതോ ട്രാക്ക് തുറന്നുണ്ട്. അത് പിടിച്ചോ, ആ ട്രാക്കി പിടിച്ചോ. വണ്ടിയില്ലെങ്കിൽ ഉണ്ടോ? എന്നാ വേണ്ട. അപ്പൊ പിന്നെ രക്ഷയില്ല. ആ ട്രാക്ക് തുറന്നു വിട്ടാലും രക്ഷപ്പെട്ടു. ലോറിക്കാരനൊക്കെ വയ്ക്കുമ്പോഴും താക്കും. അത് ഉറപ്പല്ലേ. പക്ഷെ പൈസ പോവും എന്തായാലും. പിന്നെ പൈസ പോവില്ലേ? പൈസയൊക്കെ പോവും. എന്താണ് തിരക്ക്? ടോൾ പ്ലാസയിലെ തിരക്കാണ് കാണുന്നത്. ഈ നിലയ്ക്ക് ആംബുലൻസ് ഒക്കെ വന്നിട്ട് കിടക്കണമല്ലോ. പൈസയും കൊടുക്കണം, ഇവിടെ കാത്തും കിടക്കണം. ഇതൊക്കെ സാറ്റലൈറ്റ് സംവിധാനങ്ങളാക്കേണ്ട സമയം കഴിഞ്ഞു. അതാകുമ്പോൾ നേരിട്ട് സാറ്റലൈറ്റിൽ അടിക്കും. അല്ലാണ്ട് ഈ തുറന്നടയ്ക്കണ പരിപാടിയൊന്നും ഇല്ല. വണ്ടി അതുമ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൈസ നമ്മുടെ പോയിരിക്കും. അങ്ങനത്തെ സിസ്റ്റമൊക്കെ ആക്കണതൊക്കെ. അജീഷ് പറയണേ ലോറിക്കാർ പിന്നെ സാധനങ്ങൾ കൊണ്ടുപോകണതാന്ന് വെക്കാം. ഈ കാറുകാരൊക്കെ ഈ വൈകുന്നേരം 12 മണിക്ക് എവിടെ പോകണമെന്നാണ് ചോദിക്കണത്. സംഭവം ശരിയാട്ടോ. ഇവരൊക്കെ ഉറക്കില്ലാണ്ട് എവിടേക്കാ അജീഷ് കിടന്ന് നടക്കണേ? ഇപ്പൊ എന്ത് ചെയ്യൊന്നുമില്ല. സംഭവം ശരി. ആംബുലൻസ് വന്നതിന് കുറെ വണ്ടി തുറന്നു വിട്ട് അങ്ങനെ പോയി. പക്ഷെ നമ്മളൊക്കെ ആൾക്കാർ ഫോൺ നെക്കി പിടിച്ച് അടിച്ചു പിടിക്കണൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ? പ്രത്യേകിച്ച് ഒരു രക്ഷയില്ല. പിന്നെ ഇത്രയധികം വണ്ടി ആവുമ്പോ പിന്നെ എന്ത് ചെയ്യാ? എന്ത് കാര്യം? ആ വഴിക്ക് നോക്കിയേ. ആ സാധനം മാറ്റി വെച്ചു. ആ സെൻട്രലത്തെ സംഭവം മാറ്റി വെച്ചു. ഏതോ ഒരു ട്രാക്ക് ഒഴിവാക്കി വിട്ടൂടാ. അതുണ്ടായിട്ടുള്ള പക്ഷെ എന്തൊരു കഷ്ടല്ലേ. ആ ട്രാക്കും മറ്റേ ട്രാക്കും തുറന്നു വിട്ടു. നമ്മുടെ ട്രാക്ക് മാത്രം അടച്ചിട്ടേക്കുക. ഓണം 2-3 അത് തന്നെ. ഇതിപ്പോ കണ്ടില്ലേ? അത് നമ്മുടെ ട്രാക്ക് മാത്രം അടച്ചിട്ടേക്കുക. അവനിറങ്ങിപ്പോയി. എന്താക്കണമല്ലേ? എന്ത് പറയാൻ, എല്ലാ ട്രാക്കിലും വണ്ടിയൊക്കെ പോകുന്നുണ്ട്. നമ്മൾ പിടിച്ചത് കഷ്ടകാല ട്രാക്കിലായി. നീങ്ങണ്ടായിരുന്ന ഇതായിരുന്നു. ഒരു അതിലെ ടോളില് ഇരുന്നായിരുന്നവൻ തന്നെ ഇറങ്ങിപ്പോയി. വന്നു അതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല. മിറർ നോക്കിയോ കേട്ടോ. ആയില്ലേ? ഇതിനിവിടെ നിൽക്കേണ്ടി വരും. ഓക്കെ പോവാ. പച്ചകത്തി. പക്ഷെ എന്ത് ചെയ്യാനാ? 1 മണിക്കൂർ ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം വണ്ടി കൊണ്ട് നടക്കുമ്പോഴാട്ടോ മനസ്സിലാവുള്ളൂ. ഒരു കാർ ഓടിച്ച് വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണതുകൊണ്ട് യാതൊന്നും അറിയില്ല. ഇത് വണ്ടിയിലൊക്കെ നടക്കുമ്പോഴാണ് കറക്റ്റ് മനസ്സിലാവണേ എന്തോരു ബ്ലോക്ക്, എന്തോരു കാര്യങ്ങളാന്നുള്ളത്. നോക്കിയേ, ആ ടോളിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത സിഗ്നലിൻ്റെ അവിടെ വരിക. സുഖമായിട്ട് പോവാം. ഇനി ഇതാ കാറുമായിട്ട് വരും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വിയൂർ
തൃശ്ശൂർക്ക് പോവാണ്. അജീഷാണെങ്കിൽ നേരെ പാലക്കാട്ടിന് പോവാണ്. ഇനി അജീഷ് വീട്ടിലിറങ്ങി വിഷു ഒക്കെ കഴിഞ്ഞാണ് ബാക്കി പരിപാടിയുള്ളത്. വിഷുവിന് ഫുൾ ലീവാണ്. അപ്പോൾ അവനും റെസ്റ്റ് എടുക്കണം, ഞാനും റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി തിങ്കളാഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാനാണ് പറയണത്. തിങ്കളാഴ്ചത്തേക്ക് ഞാൻ നോക്കാം, തീർച്ചയായും നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവം ചെയ്ത് പൂരിയാക്കിയോളൂ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ 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 ബൈ. ഈ കാറ് കൊണ്ട് നീത് അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ വഴിയിൽ ഇറങ്ങി നടക്കേണ്ട വരും. ഈ സമയമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല, വരുമെന്ന് വിചാരിക്കാം നമുക്ക്. ബൈഷേ, അടുത്ത ദിവസം കാണാം. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ, ഹാപ്പി വിഷു കേട്ടോ. എല്ലാവർക്കും ഹാപ്പി വിഷു. അത് പറയാൻ മറന്നുപോയി. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. എന്റെ പൊന്ന് ഗൈസ്, ഇപ്പോ ശരിക്കും പറഞ്ഞ 7.5 മണിക്കൂറായി നമ്മള് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഇവിടം വരെ എത്താൻ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടം വരെ കൂടി വന്ന ഒരു 150-170 കിലോമീറ്റർ ഉണ്ടാവോ? വടക്കഞ്ചേരി എത്തുമ്പോ ഉള്ളൂ അല്ലേ? എന്നിട്ട് എന്താ പറയാ, നമ്മളുടെ ഒരു സംവിധാനങ്ങൾ ഇങ്ങനെ ആയ കാരണം തന്നെ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിച്ച് അത്രയും ഒരു കാര്യം. ഞാനും എന്റെ മനസ്സിൽ 9 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും. കാരണം 9-10 ഏറ്റവും കൂടി. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോ അങ്ങനെ എത്തിയതല്ലേ? എത്തി നമ്മള്. അപ്പോ ഇങ്ങനെയൊരു ബ്ലോക്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. എന്താ സംഭവിച്ചതെന്നുള്ളത് ഇപ്പൊ ആർക്കും മനസ്സിലാവണില്ല. ഷോർട്ട്കത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബ്ലോക്ക് കിട്ടി, സിഗനില് കിട്ടി, റെഡ് കത്തണോ. എന്താ ചെയ്യ, സിഗനില് അവൻ പോയി കണ്ടില്ല, അവൻ നിർത്തിയില്ല. റെഡില് നിർത്തിയാ, കയറ്റി നിർത്തിയപ്പോ. പക്ഷെ എന്തെങ്കിലും ആവട്ടെ. ഇതെന്തോടാ ഓലയൊക്കെ വെച്ച് മറിച്ചേക്കണ സൈഡ്? ഇതെന്തിലോടാ? ഇതെന്താ ചേച്ചി, ഇവിടെയും ബ്ലോക്കാണല്ലോ. അയ്യോ ബ്ലോക്ക്. എന്നിട്ട് ഇത് ആദ്യം നെട്ടിട്ടുള്ളതാ. അതേ കാറിൽ അവരെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഇറങ്ങട്ടെ കേട്ടോ അജീഷപ്പ. ഓക്കെ, പിന്നെ കാണാം. കറക്റ്റ് സർവീസ് റോഡിൽ ഇറക്കിപ്പോയിട്ടുണ്ട്. 2-3 വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ടും ശരിക്കും പെട്ടു. കുഴപ്പമില്ല. ഒന്ന് കിടന്നു പോയി. എന്ത് ബ്ലോക്ക് എന്നാ പറയുക, ഇതിന് സമാധാനം പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്തായാലും അജീഷ് നേരെ വടക്കഞ്ചേരിക്ക്, ഞാൻ നേരെ വീട്ടിലേക്ക് കേട്ടോ.